പറഞ്ഞ വിഷയം സ്വലാത്തിലൂടെ സിറാത്തിലേക്ക് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നതാണ്. അദ്ദേഹം എൻ്റെ മുമ്പേ പ്രഭാഷണ രംഗത്ത് സജീവമായ ആളാണ്. എനിക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു തന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ്. അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരു വലിയ ദർശനം നടത്തുന്ന ആളാണ്. അള്ളാഹു തആല ഒരു ദർശനമൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. സ്വലാത്തിലൂടെ സിറാത്തിലേക്ക്. അതിനാദ്യം എന്താണ് സിറാത്ത് എന്ന് മനസ്സിലാണ്. നമ്മൾ അള്ളാഹിനോട് 17 തവണ ദുആ ചെയ്യുന്നുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ. അവിടെ കേവലമായ ഋജുവായ മാർഗം സൽസരണി എന്നാണെങ്കിൽ ത്വരീഖൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ മതി, സബീലൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹു അവിടെ ഫാത്തിഹയിൽ സിറാത്ത് തന്നെ പറയാൻ കാരണം ആ സിറാത്തും കൂടി ഒരുമിച്ച് കൂട്ടാനാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോ ഫാത്തിഹയിൽ 17 തവണ 5 വക്ത് നിസ്കാരത്തിൽ 17 റക്അത്താണ്. ഈ 17 റക്അത്തിലും നിർബന്ധമായിട്ട് പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യുന്നത് പാലത്തുമ്മ എന്നെ ഉറപ്പിച്ചു നിർത്തണേന്നാണ്. കാരണം അവിടെ ഉറപ്പില്ലെങ്കിൽ പിന്നെ അപകടം. അവിടുന്ന് വർത്താനം പറയില്ല കുട്ടികളെ. ഒറ്റ കുട്ടി വർത്താനം പറക്കാൻ നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. നല്ല ശ്രദ്ധിക്കണം, വിഷയങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു കാര്യം പറയുമ്പോൾ അതിൽ പഠിക്കാനുള്ള കുറച്ച് വിഷയങ്ങൾ തലയിൽ കയറിയാൽ അമൽ ചെയ്യോ. 17 റക്അത്താണ് 5 വക്തില്. എന്താണ് 17 റക്അത്തിന്റെ പൊരുള്? മനുഷ്യന് 24 മണിക്കൂറിൽ തക്ലീഫിലായി യഖ്ളത്തിൽ ഉണർന്നിരിക്കുന്നത് 17 മണിക്കൂറാണ്. പിന്നുള്ള ഉറങ്ങാണ്. അപ്പൊ അതിന് വലിയ രഹസ്യമുണ്ട്. ഉണർവുള്ള അക്കല് പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ സിറാത്ത് പാലത്തിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കും. അതാണ് നല്ല ബോധം ഉണ്ടാണ്, അല്ലെങ്കിൽ പാലത്തും തന്നെ വീഴും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സിറാത്ത് മുസ്തഖീം എന്ന അർത്ഥം വെച്ചാലും ഈ സിറാത്ത് മുസ്തഖീമിൽ നിന്നാലേ ആ സിറാത്തിൽ നടക്കാൻ കഴിയുള്ളൂ. അപ്പോഴും അർത്ഥം കണ്ടന്നെ. ഋജുവായ മാർഗത്തിൽ എന്നെ നീ പതറാതെ പിടിച്ചു നിർത്തണേ അല്ലാ എന്ന് അറിയപ്പെട്ട പരസ്യമായ തഫ്സീർ എടുത്താലും ഈ സിറാത്ത് മുസ്തഖീമിൽ നിന്നവർക്ക് മാത്രമാണ് ജഹന്നമിന്റെ മുകളിൽ നാട്ടപ്പെട്ട സിറാത്ത് പാലത്തിലൂടെ പതറാത്ത പാദവുമായി അതാ സ്പീഡിലായി സ്വർഗത്തിലേക്ക് കുറിക്കാൻ കഴിയുക. അപ്പോഴും അവിടെ പാലം കടന്നു വരികയാ. പഴമക്കാര് പറയാറുണ്ട് പാലം കിടക്കണ്ടേ എന്ന് പറയാറുണ്ട്. ഈ ബേജാറിലും ബെത്തപ്പാടിലും പാലം കിടക്കണ്ടേ എന്ന് പറയാൻ കാരണം എന്താരോ, ഈ പാലുള്ളത് നരകത്തിന്റെ നേരെ മേലെയാണ്. അതുകൊണ്ടാണ് നരകത്തിന്റെ നേരെ മുകളിലാണ് ഈ പാലുള്ളത്. ഈ പാലം ലാസ്റ്റ് വിട്ട് കിടക്കുന്ന ആള് അവിടെ ഞെരങ്ങി എത്തുമ്പോഴേക്ക് 15,000 കൊല്ലമാകുന്ന പടച്ചോനെ. ഇത് വെച്ചിട്ട് ചില പണ്ഡിതന്മാര് ഗവേഷണം ചെയ്തുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ജമ്മു കസറ രൂപം കണക്കൂട്ടുകയാണെങ്കിൽ ഒരു മനുഷ്യന് ജമ്മും കസറ അനുവദനീയാകുന്ന എപ്പോഴാ? 132 കിലോമീറ്റർ ഹലാലായ യാത്ര ചെയ്യുമ്പോഴാണ്. അതെന്താ 132 കിലോമീറ്ററിന്റെ കണക്ക് വരാൻ കാരണം? പഴയ കാലത്ത് ലഗേജ് താങ്ങിയിട്ട് ഒട്ടകം 2 ദിവസം മിതമായ രൂപത്തിൽ വിശ്രമൊക്കെ കഴിഞ്ഞിട്ട് യാത്ര ചെയ്താൽ എത്തുന്നത് 132 കിലോമീറ്റർ. അതുകൊണ്ടാണ് ഒരു 132 കണക്ക് അവിടെ വരാൻ കാരണം. അങ്ങനെ കണക്ക് കൂട്ടി ചില മഹാന്മാര് ഈ പാലത്തിന്റെ നീളം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നാണ് പറയട്ടെ, നിങ്ങൾ സ്റ്റഡി ആയിട്ട് കേൾക്കോ? നാരുമുണ്ടല്ലേ പാലത്തിന്റെ നീളം കേട്ടോളിട്ടോ. നിങ്ങൾ റെഡി എല്ലാം തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അവിടുന്ന് കുട്ടികൾ വർത്താനം പറയരുത്. ആ വർത്താനം പറഞ്ഞ കുട്ടികളൊക്കെ മാറ്റിയിരുത്ത്. വലിയൊരു വർത്താനം പറഞ്ഞ കണ്ടു മാറിയിരിക്കും. ഞാൻ പാലത്തിന്റെ നീളം പറയാൻ പോകണം. എന്തേ നീളം പറയാൻ? ഈ അവിടെ പോയിരുന്ന് കേക്ക്, എല്ലാരും കേക്ക്. പാലത്തിന്റെ നീളം പറയാൻ പോണം. നോക്കി
700 കോടി 62,30,30,000 കിലോമീറ്ററാണ് പാലം. പഠിച്ചോനെ, 700 കോടി 62,30,30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞ വണ്ടിയന്മാരുണ്ട്. അവരിങ്ങനെ കണക്കൂട്ടിയാണ്, അതിന്റെയൊക്കെ മേലുണ്ടാവും പോലെ ഇങ്ങനെ കണക്കൂട്ടിയാണ്. 700 കോടി 62,30,30,000 കിലോമീറ്റർ ആണ് പോ. 2 കൊല്ലം മുമ്പ് 4,000 കിലോമീറ്റർ കേരളത്തിലെ ചോറ്റൂർന്ന് ഒരാള് മക്കത്തേക്ക് നടന്നപ്പോഴേക്ക് 12 മാസം കഴിഞ്ഞു. 4,000 കിലോമീറ്റർ. ചോറ്റൂരിന്ന് മക്കത്തേക്ക് നടന്നപ്പോ 4,000 കിലോമീറ്റർ 12 മാസം. അതന്നെ ഈ ആധുനിക സംവിധാന സൗകര്യമുള്ള കാലം, ശരിക്കും നടക്കാൻ പറ്റുന്ന ഒരു സൗകര്യമൊക്കെ ഉള്ള ഒരു കാലം. 4,000 കിലോമീറ്റർ. ഇത് 40,000 അല്ല, 4 കോടിയല്ല, 700 കോടി 62,30,30,000 കിലോമീറ്റർ. നിങ്ങളെ മനസ്സിൽ ഇന്ന് രാത്രി ഇതുണ്ടാകും. അപ്പോൾ ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനൊന്നും കൂടി മൂർച്ച ഉണ്ടാകും. കടക്കാൻ കഴിയില്ല കേട്ടോ, ഒരു സംശയം വേണ്ട. സ്വലാത്തിനെ കൂട്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കടക്കാൻ കഴിയില്ല, ഒരു സംശയം വേണ്ട. നിങ്ങൾ മൊബൈൽ നോക്കിയാലും വേണ്ടിയില്ല, നോക്കിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. നോക്കരുത് എന്ന് പറയുന്ന ആൾക്കാർ ആദ്യം നോക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണേ, തലക്ക് കയറണേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചിതറാത്ത ചിന്ത, അടറാത്ത ഓർമ്മകൾ, ഇടഞ്ഞെഞ്ച് എന്നാൽ പതറാത്ത പാദം, ഇളകാത്ത ഇടനെഞ്ച്, അതുമായ പാലം കടക്കണമെങ്കിലോ നമുക്ക് പ്രകാശത്തിന് കൂട്ടുപിടിക്കാനുള്ള ഉത്കൃഷ്ടമായ സുഹൃത സ്വലവാത്തി അലാ നബി സലമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ അല്ലാഹു 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 അല്ലേ റസൂലും ഒപ്പുണ്ടെങ്കിൽ പാലം കിടക്കാൻ, അല്ലെങ്കിൽ ഒരിക്കലും കിടക്കാൻ കഴിയില്ല. റബ്ബ് അങ്ങോട്ട് കടത്തണം, എന്നാലേ കടക്കുള്ളൂ. എങ്ങനെയാണ് 700 കോടി 62,30,30,000 കിലോമീറ്ററിലുള്ള പാളം? ആ പാലം വാളിനേക്കാൾ മൂർച്ചയാണ്, മുടിയേക്കാൾ നിർമ്മയാണ്. 2 ഭാഗങ്ങളിൽ നിന്ന് നരകത്തിന്റെ ചീറ്റലും പൊട്ടലും കേൾക്കുകയാണ്. ഇരുമ്പിന്റെ കൊളത്തുകൊണ്ട് അടിയിലേക്ക് വലിച്ചതാണ്. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാല താഴെയാണ്. അതിൽ നിന്ന് പാലം കയറുന്ന സമയത്ത് ചീറ്റലും പൊട്ടലും കേൾക്കുകയാണ്. ഇതൊക്കെ അതിജയിച്ചുകൊണ്ട് സിറാത്ത് വിട്ടുകിടക്കണമെങ്കിലോ സ്വലാത്തിന്റെ ആളുകൾക്കല്ലാതെ സാധ്യമല്ല. സാധ്യം 15,000 കൊല്ലം അവിടുത്തെ കൊല്ലം, ഇവിടുത്തെ അല്ല. ഇവിടുത്തെ കണക്കൂട്ടണ്ട. 15,000 അവിടുത്തെ കൊല്ലം. അവിടെ ഏതാ കൊല്ലം? അവിടെ ഇവിടുത്തെ 50,000 കൊല്ലാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടുത്തെ 50,000 കൊല്ലാണ് അവിടുത്തെ ഒരു ദിവസം, ഒറ്റ ദിവസം. ഇവിടെ ഇപ്പൊ ഒരു മനുഷ്യൻ 100 കൊല്ലം ജീവിച്ചാൽ എത്ര ജീവിക്കുക? 35,600 ദിവസം ജീവിക്കുള്ളൂ. അതിന്റെ അപ്പുറത്ത് ജീവിക്കുള്ളൂ. 35,600 ദിവസം ജീവിക്കുള്ളൂ. 100 കൊല്ലം, ഒരു നൂറ്റാണ്ട് ജീവിച്ചാൽ ഉണ്ടാവൂല. അതിപ്പോ ഈ കൂട്ടത്തിൽ 100 വയസ്സ് ആരെങ്കിലും ഉണ്ടോ? എന്നാ ഞാൻ തന്നെ കൊടുത്തോളാം അവാർഡ്. ആ ഫ്ലാസ്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അവാർഡ് എന്നുള്ള മാർക്കഷ്ടം നമുക്ക് കൊടുക്കല്ലോ. 100 വയസ്സുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ എണീറ്റിക്ക് ഞാൻ അവാർഡ് തരാം, അതിന്റെ പൈസ ഞാൻ കൊടുത്താൽ പോലെ.
അഥവാ ഇനി ഒരാൾ അത്ഭുതകരമായിട്ട് 100 കൊല്ലം ജീവിച്ചാൽ 35,600 ദിവസം ഉണ്ടാവുള്ളൂ. അവിടുത്തെ ഒറ്റ ദിവസം ഇവിടുത്തെ 50,000 കൊല്ലം. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ 15,000 കൊല്ലം. സുബ്ഹാനല്ലാഹ്. ഈ കിലോമീറ്റർ 700,62,30,30,000. ഇത് വിട്ടുകടക്കാൻ സ്വലാത്തിന്റെ പ്രകാശം നിങ്ങൾക്ക് കഴിയില്ല. സ്വലാത്ത് മജ്ലിസിന് വരണോ, മാസാന്തം കാർക്കശമായി എന്ത് പരിപാടി ഒഴിവാക്കിയിട്ട് വരണോ വരണ്ടേ എന്നൊക്കെ എല്ലാരും ഒന്ന് ചിന്തിച്ച് പിരിഞ്ഞോളി. പാലം വിട്ടടക്കാനുള്ള സ്വലാത്തിന്റെ ആളായ എളുപ്പുണ്ട്. അവിടെ വണ്ടി, അവിടെ ഡ്രൈവർ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ? സ്വലാത്തിന്റെ ആളെ പാലം വിട്ട് കടത്തുന്ന ഡ്രൈവറുടെ പേരാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഓൽക്ക് പാലൊക്കെ 3 കഴിഞ്ഞില്ലേ? കാരണം ജിബ്രീൽ എന്ന് പറഞ്ഞ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കല്ലേ. പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അതന്നെ നമ്മളെ പ്രകാശം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രകാശം ഈ പ്രകാശം ഒന്നല്ല, പ്യൂർ പ്രകാശം. അപ്പൊ അത് എത്ര പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മിന്നൽ പിണറിന്റെ സ്പീഡിൽ പാലം വിട്ടടക്കും. ജിബ്രീലിനെ കൂട്ടുപിടിച്ചാൽ ജിബ്രീലിന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ഏറ്റവും നല്ലത് മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ ആളാകുക. حب النبي ومدحه خير الأمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മരണത്തിന്റെ തക്ക സമയത്ത് നടക്കുന്ന കൃത്യമായ കാര്യങ്ങളടക്കം, ഖബറിൽ നടക്കുന്ന കാര്യങ്ങളടക്കം, മഹ്ശർ മഹാസഭയിലെ ഓരോ രംഗങ്ങളടക്കം, സിറാത്ത് പാലമടക്കം ലോകത്ത് കൃത്യമായി വ്യക്തമായി വെളിച്ചത്ത് കൊണ്ടുവന്നു വഹീന്റെ വാക്കുകൊണ്ട് പരിചയപ്പെടുത്തിയ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ ഹൃദയത്തിന്റെ തുടിപ്പ്, വിശ്വാസത്തിന്റെ തടിപ്പ്, ഇഹ്സാനിന്റെ മലരേ, ഇഖ്ലാസിന്റെ മനുഷ്യ വ്യാഖ്യാനമേ, ഈമാനിന്റെ പുഷ്പമേ, അല്ലാഹുവിന്റെ ലോകത്തിന്റെ സത്ത് النبي حاضر علماء علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 പാലം വിട്ടുകിടക്കാൻ ചിറക് വേണോ? മൗത്തിന്റെ സമയത്ത് ചിരിക്കാൻ അമല് വേണോ? മീസാനിൽ കനം കൂടാൻ സുഹൃതം വേണോ? സിറാത്തിനെ അതിജയിച്ചുകൊണ്ട് ചിറക് വെച്ചുകൊണ്ട് മിന്നൽ പിണര് പോലെ പാറിപ്പറന്ന് നോക്കി നിൽക്കുന്നവർ അത്ഭുതപ്പെടുത്താൻ ഇഷ്കിന്റെ ചിറക് വേണോ? മദീനയിലേക്ക് തിരിയണേ, മഹബത്തിലേക്ക് വരണേ, ഇഷ്കിന്റെ ഉദ്യാനത്തിൽ പാർക്കണേ, മദനി മണവാളനെ പാർക്കാനുള്ള ഭവനമായി ഹൃദയങ്ങൾ മാറ്റണേ. സിറാത്ത് പാലം ചിന്തിച്ചുകൊണ്ട് സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ടില്ലേ? ഹസൻ ബസരി തങ്ങൾ ബോധം കെട്ടില്ലേ? അബൂ യസീദുൽ വിസ്താമി ബോധം കെട്ടില്ലേ? പാലത്തിന്റെ നീളമോർത്തുകൊണ്ട് 40 തവണ ബോധം കെട്ടുകൂട മഹാന്മാരില്ലേ? തലകറങ്ങിയ മഹാന്മാരില്ലേ? അക്കല് നഷ്ടപ്പെട്ട മഹാന്മാരില്ലേ? പാതിരാവിൽ കരഞ്ഞ പെണ്ണുങ്ങളില്ലേ?
പാലം വിട്ട് കടന്നില്ലെങ്കിലോ കത്തിക്കാളുന്ന ബീഭത്സകമായ നരകമല്ലേ റബ്ബേ. കാക്കണേ എന്ന് പറഞ്ഞ് പാതിരാവിനെ പകലാക്കി ഹൃദയം പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ഉമ്മമാര് നാടുകളിലും ഉണ്ടായിരുന്നില്ലേ? ഇന്ന് പാലം ഓർമ്മയുണ്ടോ? നരകം വിഷയമാണോ? മരണം വിസ്മരിച്ചില്ലേ? അദാബുകൾ ഒന്നൊന്നായി വന്നില്ലേ? ആർക്കെങ്കിലും പാലം വിഷയമാണോ? ഇതൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ പ്രസംഗത്തിൽ തന്നെ എടുത്തു പോയ കാലം. ഇവിടെ അങ്ങനെ ഒരു പ്രസംഗത്തിന് വിഷയം തന്നു മാത്രം. വേറെ എവിടെയെങ്കിലും കൊടുത്താൽ പാലോ നമ്മള് തലക്കെടുത്തൊരു പാലാണ്ട് വിട്ടിരുന്നാ പറയുന്നത്. ഇപ്പൊ പാലം തന്നെ ഇവിടുത്തെ പാലേ ഓർമ്മയുള്ളൂ. الصراط حق والقبر حق الموت حق المحشر حق الجنة حق والنار حق. ഇതിന്റെ ആളുകളായ ചില ആൺകുട്ടികളെ സ്വർഗം ഇങ്ങോട്ട് ചോദിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. പാലം പെട്ടെന്ന് വിട്ടെടുക്കാനുള്ള മാർഗം എന്താ അറിയോ? സ്വർഗം ഇങ്ങോട്ട് ആഗ്രഹിക്കണ കൂട്ടത്തിൽ പെടുക. അൽ ജന്നത്തു മുസ്താഖ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചില ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നതാണ്, സ്വർഗം പ്രണയിക്കുന്നതാണ്, സ്വർഗം പടച്ചവനോട് യാചിക്കുന്നതാണ്. അതിൽപ്പെട്ട ഒരാളാണ് താലിൽ അള്ളാന്റെ കലാമായ ഖുർആന് പാരായണം ചെയ്യുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പടച്ചവനോട് പ്രണയിച്ചുകൊണ്ട് സ്വർഗം യാചിക്കുമേ. നബിയുനാ റസൂലുള്ളാഹി വലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു അന്നൂറു മിൻ വജനാതിഹി യതവഖദു ജിബ്രീലു നാദാ ഫീമാ നസ്സതി ഹുസ്നിഹി ഹാദാ ലിഹുൽ കൗനി ഹാദാ അഹ്മദു യാ റബ്ബി സല്ലി അലന്നെ. എന്താ നിങ്ങളൊരു ചൊടിയുള്ള അറബിന്റെ ആളാത്ത്? പോരാ പോരാ പോരാ. എനിക്ക് ഇഷ്കിന്റെ സലാത്തിന്റെ മദീന്റെ വിഷയം കിട്ടി പിന്നെ സാസം നോക്കൂല. അവിടെ 1,00,000 ഉള്ള ആളും 10 ആളും എനിക്ക് സമ്മാനം. ഞാൻ ആവേശത്തെ പൈസ. പക്ഷെ നിങ്ങള് സലാത്ത് ആവേശത്ത് ചൊല്ലണം. ഇപ്പൊ ചൊല്ലിയത് ശരിയായിട്ടില്ല പറഞ്ഞാല് അതിങ്ങനെ അല്ല, അങ്ങനെയല്ല സലാത്ത്. ഇതൊക്കെ ചൊല്ലുമ്പോ തന്നെ പച്ചക്കുപം കണ്ട് കൽബ് കാണും. എന്നിട്ടൊരു 10 യാനബി അടിച്ചിട്ട് പോയി കിടന്നുറക്കും. ഇന്ന് രാത്രി നിങ്ങളെ ഗിനാവ് ആഘോഷമായി മാറും. പക്ഷെ എന്താണോ കൽബ് തുറന്നിട്ട് ചൊല്ലണം. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖാലൈഖി മിൻ ജഹന്നമ ഫീ ഗാദി. ചിന്തിക്കണേ, സ്വലാത്തിന്റെ ആളുകളാകണേ. ഇന്നത്തെ ലോകത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇന്നത്തെ പ്രണയത്തിന്റെ ദുഷിച്ച വലകളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. സാമ്പ്രദായിക നടപടികളെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഹൃദയം കരിയുന്ന പത്ര റിപ്പോർട്ടുകളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകേണ്ടതില്ല. എന്റെ ഉമ്മ മദീനത്തെ ഇഷ്കിന്റെ രാജനെ മറന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ മൊബൈൽ പ്രണയത്തിൽ പെട്ടുകൊണ്ട് ഫാത്തിമ കുമാരന്റെ കൂടെ പോകുന്ന കാലമല്ലേ? ജമീല ജോസഫിന്റെ കൂടെ പാർക്കുന്ന കാലമല്ലേ? റുഖിയ പർഗോടന്റെ കൂടെ ചാടി പോകുന്ന കാലമല്ലേ? നിസ്കാരത്താമുള്ള ആജയമാരെ മക്കള് എല്ലാ ആറാട്ടുകൾക്കും നേതൃത്വം കൊടുക്കുന്ന കാലമല്ലേ?
ഞങ്ങളൊക്കെ കൊച്ചുകാലത്ത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മാക്ക് ഒന്നാമത്തെ ഷർത്തുണ്ടായിരുന്നത് വരുന്ന സമയത്ത് ളുഹർ ഖളാ ആകരുത്, അസ്ർ നിസ്കരിക്കാൻ മറക്കരുത്, എന്നാലേ ഭക്ഷണം തരൂ എന്ന് പറഞ്ഞിരുന്ന ഉമ്മമാര് ഖബറിലല്ലേ. ഇന്നലെ ഒരു സ്കൂളിലെ അധ്യാപകൻ ഒരു മാഷ് എന്നോട് പറയുകയുണ്ടായി, ഉസ്താദേ എന്ത് ചെയ്യാനാണ്, ഒരൊറ്റ കുട്ടിയും പറഞ്ഞാലും നിസ്കരിക്കുന്നില്ല. മദ്രസയിലേക്ക് മൊക്കനീട്ട് പോകുന്ന +2 പഠിക്കുന്ന പെൺകുട്ടികൾ വരെ സ്കൂളിൽ വന്നാൽ ളുഹർ നിസ്കാരമില്ല, അസ്ർ നിസ്കരിക്കണമെന്ന ബോധമില്ല. വെറുതെ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടാത്തത്. തിന്നണ ഭക്ഷണം മുഴുവനും ചൈനീസ് ഫുഡ്, തിന്നണ സംസ്കാരം മുഴുവനും യൂറോപ്പിന്റേത്. മുടിമക്ക് നോക്കിയ ജൂതന്, കാൽമക്ക് നോക്കിയ നസ്രാണി, ദുആ മാത്രം മുഹമ്മദ് മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. മുടി ജൂതന്റേത്, നെരിയാണി നസ്രാനിന്റെ, സംസ്കാരം പാശ്ചാത്യന്റെ. എന്നിട്ട് ഓന് സ്വർഗം വേണം ദുആ. എന്നിട്ട് പറയാം എന്താ ദുആ സ്വീകരിക്കാത്ത? ശരി, എല്ലായിടത്തും കൂടി മാന്തിട്ടാ ദ്വാരിക്ക. എടോ ദുആ സ്വീകരിക്കണമെങ്കിൽ നീ മുഹമ്മദ് മുസ്തഫാന്റെ ആളാവ്. എന്നിട്ട് ദ്വാരക്ക് ദുആ മാത്രം റസൂൽ പഠിപ്പിച്ചത്, ബാക്കിയൊക്കെ സംസ്കാരം വേറെ. എന്നിട്ട് ദുആ സ്വീകരിക്കണം. എന്നിട്ട് ആ ദുആ സ്വീകരിക്കണ്ടേ. ഗൗരവത്തിൽ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. നമ്മളൊരു മത്സരം നടക്കുമ്പോ ഒരു ജഡ്ജി എങ്ങനെ മാർക്കിടല്? കേറി വരണണ്ടിട്ടാ മാർക്കിട. കേറി വരുന്നത് അതവില്ല, തുണിയും കുപ്പായം ശരിക്കും എടുത്തിട്ടില്ല, സലാം പറയുമ്പോ പരിഹസിക്കുക, പാട്ട് മാത്രം ഉഷായ മാർക്കുണ്ടാവോ? തലമുറ നോക്കിയ ജൂതൻ, പൊരയ്ക്ക് നോക്കിയ ഇബ്ലീസ് ഒക്കെ പാർക്കണം അവിടെ. കാരണം കുറെ നിസ്കരിക്കാത്ത കുട്ടികൾ പള്ളിക്ക് ഹയ്യാൽ അസ്സലാന്നാണ് കേട്ട പള്ളിയിൽ ഓടുന്ന ആചാര്യ മോനാണ്, പക്ഷെ നിസ്കാരമില്ല പള്ളിയിൽ. അതൊട്ട് ആചാര്യ പറയില്ല. നമ്മള് കുറച്ച് ആൾക്കാർ മനസ്സിലാക്കി നമ്മളെ നെറ്റത്ത് താമ്പെന്ന എല്ലാരും കൂടി സ്വർഗത്ത് പോകുന്ന. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിന്റെ ഉള്ളിൽ ഈമാണെങ്കിൽ അത് മകനിലേക്ക് പ്രസരിക്കണം. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. മുഹമ്മദ് മുസ്തഫ. ചില മഹാന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നത് തഖ്വയുടെ ഈമാന്റെയും ചർച്ചയിലാണ്. നമുക്ക് നാം തഖ്വ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഈമാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ മകന് കൊടുക്കണ്ടേ, നമ്മുടെ മകൾക്ക് കൊടുക്കണ്ടേ, പറയെങ്കിലും ചെയ്യണ്ടേ? ഒന്നുമില്ല. നമ്മളിങ്ങനെ തൊപ്പിയും കുപ്പായം തസ്ലീമാലേറ്റ് നടക്കപ്പ കിട്ടും സ്വർഗം നാളുകൾക്ക്. സ്വർഗം കിട്ടൂല, ദ്വാക്ക് ഇജാബത്തും കിട്ടൂല, മക്കളെ ഈ നാവുകൊണ്ട് ഉപദേശിച്ചിട്ടില്ലെങ്കിൽ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ പള്ളിയിലിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട കുഞ്ഞുമാന് അബ്ദുല്ലാഹ് ബിൻ ഉമർ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരാനന്തരം ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യനെ പോലെ മരങ്ങളുടെ കൂട്ടത്തില് ഒരു മരമുണ്ട്, അതേതാണെന്നറിയുമോ? ആ മരം മുഅ്മിനായ മനുഷ്യനെ പോലെയാണ്. അങ്ങനെ ഒരു മരം മരങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഏതാന്ന് അറിയാന്ന് വെച്ച് സഹാബാക്കൾ ആരും പറഞ്ഞില്ല, പെട്ടെന്ന് മനസ്സിലായില്ല. തിരിച്ചു പോണ സമയത്ത് ഉമർ ഖത്താബിന്റെ മോനെ അബ്ദുല്ലാഹ് ഉമർ അള്ളാഹു പറഞ്ഞു, പറ്റിയേ എനിക്കത് അറിയായിരുന്നു. എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക? അതിനെപ്പത് പറഞ്ഞു, എനിക്കത് അറിയായിരുന്നു, അത് ഈത്തപ്പനമാരാണെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഉമർ ഖത്താബ് എന്നാപ്പാന്റെ കുട്ടിക്ക് പറയായിരുന്നില്ലേ? അയ്യോ, ബാപ്പച്ചും ശ്രദ്ധിക്കുന്നവരൊക്കെ ഉള്ളപ്പോ ഞാൻ ഓവർടേക്ക് ചെയ്ത് പറയണ അതുപോയടല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ മുണ്ടാതിരുന്നാണ്. ഈ സംഭവം ചില മഹാന്മാര് കൊടുന്ന എവിടെയെന്നറിയോ? ഇൽമിന്റെ സാഹസക്ക് പോകുമ്പോ കുട്ടികളായിട്ട് വരണം എന്നുള്ള എന്തല്ലോ. അതിനാ ഞാൻ പറഞ്ഞു, ഇൽമിന്റെ സാഹസക്ക് വരുമ്പോ വാപ്പാര് മക്കളേറ്റ് വരണം എന്നതിന് തെളിവായിട്ടാണ് ചില മഹാന്മാർ ഈ സംഭവം കൊണ്ടുവന്നത്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത. ഇനി നിങ്ങൾ എന്തൊക്കെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങളെ കൂടെ എത്ര കുട്ടികളുണ്ട്? നിങ്ങളെ കുട്ടികൾ എന്റെ വാല് എന്ന് പറഞ്ഞാൽ സോപ്പടിച്ച വാലല്ല, കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുക. അതിനിഷ്ടം മാത്രം വിളിച്ചാൽ മതി. ഇപ്പൊ നമ്മളെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ കുട്ടികൾ എത്ര എണ്ണം ഇവിടെ ഉണ്ട്? അത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
നമുക്ക് നമ്മളെ ഓർമ്മയില്ല. ഞാനൊരു സ്ഥലത്ത് ഗാനമേളക്കെതിരെ അതിശക്തമായിട്ട് പ്രസംഗം നടത്തുക. ഗാനമേളക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തി. ഇപ്പോഴൊന്നല്ല, കുറച്ചു മുമ്പ്. അപ്പൊ അങ്ങനെ നാട്ടിൽ ഗാനമേള എടുത്ത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഒക്കെ എടുത്ത് വരുമാനം തീരുമാനിച്ചു. അപ്പൊ സെക്രട്ടറി എണീറ്റിട്ട് പറഞ്ഞു, മൂപ്പര് പറഞ്ഞു നോക്കുമ്പോ സംഗതി കുറച്ച് മുട്ടമുട്ട പോക്കാ പോണ്, നമുക്ക് ഏതായാലും ഇതൊക്കെ ഒരു തീരുമാനം കാണാൻ, അങ്ങനെ പോയാ പോരാ. അതുകൊണ്ട് പറഞ്ഞിട്ട് മൂപ്പര് അന്ന് എത്ര 2015 എന്റെ ഓർമ്മ, 2015 ജനുവരി 5 നമ്മൾ യോഗം കൂടിയിട്ട് ഇത് ഈ മഹല്ലിൽ നിന്ന് നിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഇനി 2 മാസം. ഞാൻ കരുതി കൂടി തലയിൽ കയറിയ പിന്നെ ഇയാൾ എന്തിനാ 2 മാസത്തേക്ക് നീട്ടണ്. അപ്പൊ എന്നോട് സദർ പറഞ്ഞ അതിന്റെ ഇടക്ക് മൂപ്പര മോന്റെ കല്യാണം വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അതാണ്ട് കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ. നമ്മളെ നോക്കണില്ല, നമ്മളെ ഒഴിവാക്കിയിട്ടാണ് പരിപാടിയൊക്കെ. ഒരു സ്ഥലത്ത് ഒരു ഉച്ച സമയത്ത് ഡേറ്റ് കൊടുത്തിട്ട് പരിപാടിക്ക് പോയി. നട്ടുച്ച സമയം. അപ്പൊ നട്ടുച്ച സമയത്ത് വരേണ്ട ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ഓഡിറ്റോറിയം. പക്ഷെ സെക്രട്ടറിന്റെ പ്രസംഗം എന്താ, നിങ്ങൾ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളെ മക്കളെവിടെ, നമ്മളെ പോക്ക് എടുക്കാം. അടിക്കാളി പ്രസംഗിച്ച് തീപ്പൊരി പ്രസംഗം നടത്തി വേർത്തൊലിച്ചിട്ട് ഒറ്റയിരുത്താൻ. എന്തിനാള് ദേഷ്യം പിടിച്ചത്? ജനങ്ങളോടൊക്കെ തട്ടിക്കയറി മക്കളെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് അയാളുടെ ഭയങ്കര ഇഷ്ടമായി. മക്കളെ കൊണ്ടുപോയിട്ട് വരെ ഇടപെടുന്ന ഒരു സെക്രട്ടറി ആയല്ലോ. അപ്പൊ ഞാൻ മൂപ്പരോട് വെച്ച്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് വെച്ചു. എനിക്ക് 4 ആൺകുട്ടികളുണ്ട്. അവരെത്ര ആള് പെടുന്നു? ആ പയരൊന്നും വരൂല. മനുഷ്യന്റെ ഒരവസ്ഥ. മൂപ്പർക്ക് 4 തണ്ടും തടിയുള്ള ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരൊറ്റൊന്നും സാഹസിലില്ല. എന്നിട്ട് കൊണ്ടുവരാത്ത നാട്ടുകാരോട് കത്തിക്കുക. വന്നവരിയ്ക്ക് നിങ്ങൾ വർത്താനം പറയുന്നത്. കൊണ്ടുവരാത്ത ആൾക്കാരോട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ഉള്ളിന്റെ ഉള്ളെന്ന് തുറക്കണേ. എന്നാൽ യഥാർത്ഥ വാപ്പമാരെ ഞാൻ എമ്പാടും കണ്ടിട്ടുണ്ട്, ഉമ്മമാരെയും കേട്ടിട്ടുണ്ട്. മണ്ണാർക്കാടിനപ്പുറം ഒരു ഹിഫ്ള് കോളേജിന്റെ പിരിവിന് വേണ്ടി വാള് പറയുമ്പോ 14 ലക്ഷം രൂപയാണ് അവിടെ ഇനി ആവശ്യമുള്ളത്. അതിനു വേണ്ടി കൊണ്ടുപോയതാണ്. വാള് 2 മണിക്കൂർ പറഞ്ഞ് പിരിവ് നടത്താൻ തുടങ്ങിയപ്പോൾ മുന്നിൽ നിന്നൊരു ആചാര്യ എണീറ്റുകൊണ്ട് ആദ്യമായി ആ 14 ലക്ഷത്തിലേക്ക് 2 ലക്ഷം ഞാൻ തരാമെന്ന് പറയുകയാ. തോളൊരു ഒരു തർക്കക്കെട്ടൊരു ആചാര്യ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കുറെ ദ്വാരുന്നു. കൂട്ടത്തിൽ ഞാൻ അങ്ങനെയും പറഞ്ഞു, അല്ലാഹുവേ, ചോദിച്ചതേയുള്ളൂ 10,000 തരാമല്ലോ, അല്ലെങ്കിൽ 50,000 തരാമല്ലോ. ഈ ജനങ്ങളെ ഞെട്ടിക്കാനാണെങ്കിൽ 1 ലക്ഷം തരാമല്ലോ. ഇത് ചോദിക്കാതെ 2 ലക്ഷം തന്ന ആ പ്രിയപ്പെട്ട ആജിക്കാക്ക് മനസ്സാന്തരത്തിൽ എന്ത് മുറാദാണെങ്കിലും യാസിലാക്കി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടി കരഞ്ഞു ആമീൻ പറയുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് ആ മനുഷ്യൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ആ 2 ലക്ഷം സദഖയിലേക്ക് ഫണ്ടിലേക്ക് ഞാൻ തന്നത് ഒരു പ്രധാനപ്പെട്ട മുറാദ് വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ഇനിയും ദ്വാർക്കണേ. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഒന്നുകിൽ അയാൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആർക്കെങ്കിലും അറ്റാക്കോ അല്ലെങ്കിൽ ക്യാൻസറോ ഉണ്ടാവും ഉറപ്പിച്ചു. അപ്പൊ അയാൾ എന്നോട് ഉദ്ദേശം പറഞ്ഞ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പറയാ, ഉസ്താദേ, എനിക്ക് 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളാണ്. ഓലൊക്കെ കെട്ടിച്ച് 2 ആൺകുട്ടികളും കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റേനും അല്ലാഹു തആല ഹൈറായ ഒരു ഭാര്യനെ തെറ്റ്, അത് തെറ്റേ. പക്ഷെ വിഷയം അതല്ല, 2 ലക്ഷം അതിനൊന്നല്ല. എന്തേ? ഈ 2 ആൺകുട്ടികള് സുബീക്കടക്കം പറ്റുന്ന സമയത്തൊക്കെ എന്റെ കൂടെ പള്ളിക്ക് ജമാഅത്തിന് ഈ 2 ആൺകുട്ടികൾ. 3ാമത്തെ ആൺകുട്ടി മഗ്രിബിക്ക് ഇശാക്കിന്റെ കൂടെ ജമാഅത്തിനുണ്ടാവും. സുബീക്ക് അവന് ഓഫീസിൽ നിന്ന് കുറച്ച് ലൈറ്റായി വരുന്നോണ്ട് ഇടക്കിടക്കൊക്കെ ഉറങ്ങിപ്പെടുകയാണ്. ഞാനാണെങ്കിലും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നും പള്ളിയിലെത്തും. തഹജ്ജുദ് പള്ളിയിൽ നിന്ന് നിസ്കരിക്കല്. ഞാൻ മിന്നാന്ന് വന്നപ്പോ ഉസ്താദേ, ഞാൻ നിസ്കാരമൊക്കെ കളായി സൂര്യനെ കൊതിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പുരയിലെത്തിയത്. അപ്പൊ ഉറങ്ങുകയാണ്. ഞാൻ പെണ്ണുങ്ങളോട് ചോദിച്ചു, അദ്രാമണിച്ച് നിസ്കരിച്ചില്ലേന്ന്. ഓള് പറഞ്ഞു, ഞാൻ കുറെ മുട്ടി വിളിച്ച് എന്താ കാട്ടുകയെന്ന്. ഉസ്താദേ, മിന്നാൻ നിന്റെ മോന് സുബീഹ് അതിന്റെ പേരാണ് ബാപ്പ.
എന്നിട്ട് ഇയാൾ 2 ലക്ഷം തന്നെന്തിനാ നിങ്ങള്? നിന്റെ മോനെ സുബഹി ഖളാ ആവരുത്. അതാണ് സിറാത്ത് തലയിൽ കയറിയുള്ള സ്വഭാവം. അയാളെ പേരാണ് ബാപ്പ, മറ്റേന്റെ പേര് ഉണ്ടാക്കിയിടുന്ന ആള്. ഇപ്പൊ ചിലവര് മനസ്സിലായിക്കണേ, കുട്ടികളാണ്ട് ഉത്പാദിപ്പിച്ച വാപ്പാവും, ഉണ്ടാക്കിയിട്ട വാപ്പാവെങ്കിൽ ഹോട്ടലിൽ പൊറാട്ടക്കാരനല്ലേ വലിയ വാപ്പ. 500 പൊറാട്ട ഉണ്ടാക്കണ ഇസ്മായിൽ എനിക്കാർ. ഇതിങ്ങനെ കന്ന് കൂട്ടുന്നവര് ഇങ്ങനെ ഉണ്ടാക്കിട്ടാ മതി. ഒരു മോനെ കണ്ട പുലി, മറ്റേനെ കണ്ട പോത്ത്, വേറൊന്നിനെ കണ്ട സിംഹം, വേറൊന്നിനെ കണ്ട കീരി. ഇങ്ങനെ കുട്ടികളെ ഉണ്ടാക്കല്. ഈ കുട്ടികളെ തലേക്ക് കയറ്റി കൊടുക്കണ്ടേ അള്ളാഹുവിന്റെ റസൂൽ? നിങ്ങളെ ബാധ്യതല്ലേ? അവിടെയാണ് ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉദാഹരിച്ചത്. കാരണം അവരുടെ തലയിലൊക്കെയുള്ളത് മരണവും സിറാത്തുമാണ്. ബാപ്പമാരെ, ഉമ്മമാരെ, സ്വന്തം സിറാത്ത് വിട്ടുകടക്കാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ സ്വന്തം സിറാത്ത് വിട്ടുകടക്കാൻ സ്വലാത്ത് ചൊല്ലുന്നവരാ, നിസ്കാരം കാർക്കശ്യമായി പുലർത്തുന്നവരാ, ജമാഅത്തിന് പങ്കെടുക്കുന്നവരാ, ഹജ്ജ് ഉംറകൾക്ക് ആവേശം കാണിക്കുന്നവരാ, സ്വതക്കയിൽ മുന്നിലുള്ളവരാ. പക്ഷേ നിങ്ങൾക്ക് +2 പഠിക്കുന്നൊരു മോളില്ലയോ? 10 പഠിക്കുന്ന മോനില്ലയോ? അവരിരുവരുടെയും കൈകളിൽ മൊബൈലില്ലയോ? ഇത് വെച്ച് പാതിരാവോളം കഥകടച്ചുകൊണ്ട് കിന്നാരം പറയുന്ന സ്വരോ പുറത്തേക്ക് കേട്ടിട്ട് ഇന്ന് വരെ മൊബൈൽ വാങ്ങിയിട്ട് അറിയുന്നവരെ കയ്യിൽ കൊടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വാപ്പയല്ല, നിങ്ങൾ ഉമ്മയല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹു യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. പരിശുദ്ധ ഖുർആൻ. മുഖം വെളുക്കും കറക്കും ചെയ്യണ്ട. ഈ ചിരിയൊന്നും ചിരിയല്ല, ചിരി വരാൻ ചിരിയും കരച്ചിലൊക്കെ വരാൻ പോണുള്ളൂ. കോഴിക്കോട് സുലൈമാൻ മൗലവി ഉണ്ടായിരുന്നു, വലിയ അവരെ ഖബറെ കണക്ക് സിയാറത്ത് ചെയ്യലുണ്ട്. നല്ല രസം. അവിടെ പോയിട്ട് ഒരു സലാം പറഞ്ഞ മനസ്സിന് സമാധാനം. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. കുറെ കുട്ടികൾ പന്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. സുലൈമാൻ മൗലവി അവിടെ പോയിട്ട് പറഞ്ഞേ, ഇക്കളിയൊന്നും കളിയല്ല, മശറ എന്നൊരു കളിയുണ്ട്, സിറാത്ത് എന്നൊരു കളിയുണ്ട്. അതാണ് കളി കുട്ടികളെ. പാതിരാവിൽ ടർഫിന്റെ ഉള്ളില് ട്രൗസറിട്ട് ഔറത്തും കാണിച്ചുകൊണ്ട് ബുദ്ധിയില്ലാത്ത പന്തിന്റെ പിറകിലായി അതാ നാവും പുറത്തേക്ക് ഇട്ടുകൊണ്ട് ശ്വാസവും വലിച്ചുകൊണ്ട് പാതിരാവിനെ പകലാക്കി മണിക്കൂറുകള് നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ പകലന്തിയോളം കളിച്ചതിന് പുറമെ പാതിരാവിലും സജീവമായി കളിഗ്രൗണ്ടില് അധ്യക്ഷനാകുന്നവരെ, പങ്കെടുക്കുന്നവരെ, കളിക്കല്ല മോനെ, മഗ്രിബിന്റെ ഇടയിൽ നിനക്ക് ആയാസത്തിന് വേണ്ടി ഒന്ന് കളിച്ചാൽ ഞങ്ങളൊന്നും പറയൂല. പക്ഷെ നീ മഗ്രിബിന്റെ വക്തിലും കളിഗ്രൗണ്ടിലാണ്, ഇശാഇന്റെ വക്തിലും അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. പാതിരാ 2:30 മണിക്കും നീ കളിഗ്രൗണ്ടിലാണ്, തഹജ്ജുദിന്റെ സമയത്തും നീ കളിഗ്രൗണ്ടിലാണ്. മോനെ, ലക്ഷ്യം മറന്ന് ഈ പോക്ക് കത്തിക്കാളുന്ന നരകത്തിലേക്കാണ്. പാലം വിട്ടുകിടക്കൂല. 700 കോടി 62,30,000 കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ബീഭത്സകമായ സിറാത്ത് പാലമില്ല. കയറിയ ഉടനെ തന്നെ നരകത്തിലേക്ക് പിടുത്തം വിട്ട് വീഴുന്നതാണ്. വീണാലോ വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. ഇദാ ഉൽഖൂ ഫീഹാ സമഉ ലാ ശഹീഖാ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സലൂ ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കരങ്കൂസുകള് അല്ലാ പാലത്തിലെത്തിയാലുടനെ നരകത്തിൽ നിന്നുള്ള ചീറ്റലും പൊട്ടലും കേൾക്കുകയാണ്. ക്രോധാധിക്യം കൊണ്ട് നരകം പൊട്ടിപ്പിളരുകയാണോ എന്ന് സിറാത്ത് പാലം കയറിയാലുടനെ തന്നെ അവർക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോഴേക്ക് അടിയിൽ നിന്ന് ജഹന്നമിൽ നിന്നൊരു തീജ്വാല പുറത്തേക്ക് പാറി വന്ന് ഇവനെ കരിച്ചുകൊണ്ട് താഴേക്ക് വീഴ്ത്തുകയാണ്. വീണ ഉടനെ പടച്ചവനവന്
കൊടുക്കുന്ന ചുടുവെള്ളമാണ്. ആ വെള്ളത്തിന്റെ പേരറിയുമോ? ഹമീം എന്ന. അവരുടെ തലയുടെ മുകളിലൂടെ ഹമീമിന്റെ ഒരു തുള്ളിയെങ്ങാനും എത്തിയാൽ അവരുടെ അന്നനാളം മുറിയുന്നതാ, അവരുടെ ലിവറുകൾ മുറിയുന്നതാ, കുടലുകൾ ഉരുകി മുറിയുന്നതാ, മാംസങ്ങൾ ഒന്നൊന്നായി മുറിയുന്നതാ, എല്ലാം നന്നായി ഉരുകുന്നതാ. അതെല്ലാം കൂടെ ചേർന്ന് പിൻദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുന്നതാ. ഇത് അറ്റമില്ലാത്ത അനശ്വരമായ കൊല്ലങ്ങള് ആവർത്തിക്കപ്പെടുന്നതാ. ഇതാണ് സിറാത്ത് വിട്ടുകടന്നില്ലെങ്കിൽ ആദ്യത്തെ അദാബിന്റെ ഡോസൊന്ന് മറക്കണ്ട. ഇലാഹിയിലെ ലിൽ ഫിർദൗസി അഹ്ലാ വലാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. വിട്ട് കടന്നില്ലെങ്കിൽ പ്രശ്നം. വിട്ട് കടക്കണോ വേണ്ടപ്പോഴും തീരുമാനിക്കും. വിട്ട് കടക്കാൻ ഒരു 3 അമൽ ഞാൻ പരിചയപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന്, നമ്മളൊക്കെ സ്വലാത്തിന്റെ ആളുകളാണ്. ഉറപ്പിച്ചോളി, സ്വലാത്ത് വിട്ടടക്കും. വീഴൂല. കാരണം സ്വലാത്തിന്റെ ആള് റസൂലുള്ളാന്റെ ആളാണ്. റസൂലുള്ളാന്റെ ആൾ അള്ളാഹു നരകത്ത് കിടൂല. കുറച്ചെന്തെങ്കിലൊക്കെ ജീവിതത്തിൽ കുഴപ്പം വന്നാലും അതാണ് പരിഹരിക്കും. ഞാൻ വേറൊരു ഹദീസ് കേൾപ്പിക്കാം. ധാരയോ നാളെ ഹിസാബിലൊക്കെ ചില ആളുകൾ പൊട്ടിപ്പോകും. എന്താ സ്വലാത്തിന്റെ ശക്തി സറാത്തുമേന്ന് അറിയിച്ചേറ്റെ. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചോ? അറിയിച്ചേറ്റെ. എന്താ നിങ്ങൾ തൊള്ളർന്നിട്ട് മറുപടി പറയാത്ത? അറിയിച്ചതേറ്റെ. എന്നാ കേട്ടോളി, കൽബിന്റെ കാത് തുറന്നിട്ട് കേട്ടോളി. ഇത് മാത്രല്ല, ഇതിൽ പഞ്ഞു വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞത് മനസ്സിലാണെങ്കിൽ ഇവിടെ തുറക്കണം. മനസ്സിലാവും. നാളെ ചില ആളുകളെ ഹിസാബിലിട്ട് തൂക്കുമ്പോ പൊട്ടു. അപ്പ സഭ എന്തിവനെ നല്ല കുട്ടിയാണ്, ആ കുട്ടി നല്ല ധൈര്യമുള്ള കുട്ടിയാണ്, പാവം അൽഹംദുലില്ലാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. മീസാലിട്ട് തൂക്കിയപ്പോ പൊട്ടിപ്പോകും. ചെയ്യാത്ത കണ്ടെന്ന് അറിഞ്ഞിക്കണ അസനാത്ത് കുറവാ. മലക്കുകൾ പട്ടിട്ട് കൊണ്ടുപോകണം ജഹന്നമക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിൽ പെടരുത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. അത് ചെറിയൊരു കുട്ടിയല്ലേ, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ വാല് പറയുമ്പോ ഫേസ് ടു ഫേസ് ഇന്നല്ല നോക്കണ എനിക്കിഷ്ടല്ല. ഒന്നും കൂടി, വാല് പറയുമ്പോ എന്നല്ലാതെ നോക്കണ എനിക്കിഷ്ടല്ല. വാല് കഴിഞ്ഞാൽ എന്നെ നോക്കണതും ഇഷ്ടല്ല. വാല് കഴിഞ്ഞ എന്നെ നോക്കണ എനിക്കിഷ്ടല്ല. കൈ പിടിച്ച് മുത്തണൊന്നും എനിക്കിഷ്ടല്ല. വാലിന്റെ ഇടയിൽ വേറെ ആളെ നോക്കണോ എനിക്കിഷ്ടല്ല. ഇവിടെ ഇപ്പൊ പുതിയാപ്പള ഞാനാണ്. ഇപ്പൊ നിങ്ങൾ ഇന്നെ നോക്കിയാലേ ഞാൻ പറഞ്ഞ നിങ്ങളെ തലയിൽ കയറുള്ളൂ. എന്തെങ്കിലും അവൻ മാണ്ടോട്ട് നോക്കിയാൽ മുൽത്തഫിത്തുല്ല യസില്ല, ഓൻ ലക്ഷ്യത്തിലെത്തൂല. പ്രത്യേകിച്ച് ആളിന്റെ ദാസിൽ. അപ്പൊ നിങ്ങൾ ആ നേരത്തെ കുട്ടി തന്നെ, കുട്ടി മാറിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അതിനൊരു രസം കൂടി എനിക്ക് എന്റെ വഹലേ. നിങ്ങളെ കാര്യല്ലേ. മോനെ അസ്സലാമു അലൈക്കും. ഭയങ്കര നോട്ടാലോ. കുട്ടികൾ പാവങ്ങളല്ലേ. അള്ളാഹു തആല ആ കുട്ടീനെ ബർക്കത്തോണ്ട് ഈ സദസ്സ് കബൂലാക്കി തരട്ടെ. അല്ല 10 വയസ്സിനെ കഴിക്കണം. നിങ്ങൾ കുട്ടിയട്ടെ ബാക്കിലായിക്കോട്ടെ. വാപ്പാനെ കണ്ട അതാണ്. ഇതിന്ന് ഞാൻ ഒരു ഉദാഹരണം ഉണ്ടാക്കി തരാം. ആ കുട്ടി വെറുതെ വന്നല്ല, ഒരു ഇൽമു അറിയാൻ വേണ്ടി. അപ്പൊ ആ കുട്ടി ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കണപ്പോ ബന്ധമുള്ള ആളെ നോക്കണേ. ഇങ്ങനെയാണ് നമ്മൾ റസൂലിനായിട്ട് ബന്ധം. നാളെ മാഷറിയിൽ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെ ആ കുട്ടി പറഞ്ഞാൽ വരാൻ എന്റെ ആളാ. ഞാൻ തെളിവാണോ? ഞാൻ പോലണ്ട്. ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ലിസുറൂജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ. ഇതന്നെയാണ് ഹബീബിനോട് പറയാം. മുത്തനബിയെ വജ്ഹുകൽ വല്ലാഹു, നിങ്ങളെ മുഖാണ് നമ്മളെ വിഷയം. നാളെ കുറെ മുഖമൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ മുഖാണ് വേണ്ടത്. അപ്പൊ ആ കുട്ടികളുടെ പോലെ തന്നെ ഇവിടെ ഒരുപാട് മുഖല്ലേ, അത് തെരഞ്ഞെടുത്ത് വാപ്പാന്റെ മുഖം.
റസൂലാരാ? أنت أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. ഈ ചെറിയ കുട്ടി പിച്ച വെച്ച് വളരുന്ന കൊച്ചുമോനാണ്. സ്റ്റേജിൽ എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ താഴെ നിന്ന് കണ്ണു തുറിച്ചുകൊണ്ട് നോക്കുന്നത് ബാപ്പാന്റെ മുഖമാണ്. ഇവിടെ ഞങ്ങളുടെ സംഘടനത്തിന് ആളുകൾ വാല് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി ഞങ്ങളെ നോക്കൂല. ആ കുട്ടിക്ക് വേണ്ടത് വാപ്പയാണ് എന്നതുപോലെ നാളെ ഒരുപാട് മുഖങ്ങൾ മഹ്ശറിൽ കാണുമ്പോ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ മുഖമാണ് നബിയേ. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ മുഖമാണ്. അന്തിമ നാളിൽ ചൈനം തിങ്ങിക്കഴിയുന്നു, അന്തം വീട്ടങ്ങും ഇങ്ങോ മോടി നടക്കുന്നു. അമ്പിയാക്കളെ പോലെ നഫ്സി എന്നുറയ്ക്കുന്നു. അഷ്റഫുൽ ഖൽഖിൻ വിളി എങ്ങും മുഴങ്ങുന്നു. ആരംഭ ഉമ്മത്തി ഖൗമിയ ഉമ്മത്തി. എന്ത് ഭയങ്കര മഹ്ശറയാണ്. ബന്ധുജനങ്ങളോടുകയാണ്, ബന്ധുജനങ്ങൾ നീങ്ങുകയാണ്. ഓടിയാബുൽ ബശർ ആദമെ കാണുന്നു. ഓമന ശുപാർശയ്ക്ക് ബാപ്പയോടിരിക്കുന്നു. പോകുന്നു നിങ്ങൾ പോകും മക്കളെ, ഞാനിന്ന് ബേജാറിലാണ് പയ്യായിരിക്കുന്നേ. അപ്പൊ നമുക്ക് വേണ്ടത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാന്റെ ആള് സിറാത്ത് വിട്ടുകിടക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. നാളെ മീസാനിൽ ചില ആളുകൾ പൊട്ടിപ്പോവും. സയ്യാത്താണ്ട് ഓവറായി ഹസനാത്ത് കുറഞ്ഞു, ഇവന് നേരെ നരകത്ത് എഴുതപ്പെട്ടു. മലക്കൾ വന്നു. ജബാനിയാക്കളായ മലക്കൾ എന്ന് മലക്കളുണ്ട്. ജബാനിയാക്കളായ മലക്കൾ 19 ആളുകളാണ്. 19 ആളുകളാണ്. നിങ്ങൾ ഓരോ കുട്ടികളെ കൊണ്ട് ഇവിടെ എടുത്തിട്ട് അതിനെ കുറിച്ച് ഓരോ വിഷയം പറയാനേ. പിന്നെ എനിക്ക് അതന്നെ വിഷയം. അപ്പൊ ആ കുട്ടീനെ വിട്ടുകൊണ്ട് 2 ഹദീസ് ഒരു പാട്ട് പോയില്ലേ. നിങ്ങൾ അവിടെ നിന്ന് വിടാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ കുട്ടികളെ കുറിച്ച് പറയേണ്ടി വരാറ്. കുറച്ചോനത് സ്റ്റേജിൽ തന്നെ കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്. ആ ഫാദുവൈസ് കിട്ടിയ അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളെ വാപ്പ അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ കുട്ടിനെ വാപ്പാനും മൂപ്പനും നമ്മളൊക്കെ സ്വർഗത്തിലാക്കി തരട്ടെ. ആ കുട്ടികളെ കൊണ്ടുവരുന്ന സാസക്കെ കുറച്ചും കൂടി വലുപ്പം എങ്ങനെയാലും കൊണ്ടുവരണം. അൽഹംദുലില്ലാഹ്. ആ കുട്ടിയെ അല്ലാഹു നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു ആലിമീങ്ങളാക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അങ്ങനെ ചിലതുണ്ടാവും. നമ്മൾ പറഞ്ഞാലും ചിലപ്പോ ആ സദസ്സുകൾ ദുആ കിട്ടാൻ കൊണ്ടുവരും. കണ്ടില്ലേ നിങ്ങള്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തിരിക്കുകയാണ്. കുറെ വയസ്സന്മാരെ ഇടതുഭാഗത്തിരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവര് വലതുഭാഗത്തും കുറെ വയസ്സന്മാരൊക്കെ ഇടതുഭാഗത്തും. മുസ്തഫ നബിന്റെ അടുത്തേക്ക് ഒരു പാനീയം കൊടുക്കും. അപ്പൊ സാധാരണ രീതിയിൽ ഹബീബ നബിയില് വലതുഭാഗത്തുള്ള ആൾക്ക് കൊടുക്കും, ഇടതുഭാഗത്തുള്ള ആൾക്ക് പിന്നെ കൊടുക്കുക. പക്ഷെ ഇത് ചെറിയ കുട്ടിയാണ്. അപ്പൊ റസൂലുള്ളാഹി ആദവിൻ എന്ത് ചെയ്ത് ഈ കുട്ടിയോട് ചോദിച്ചു, ഞാൻ മോനെ എനിക്ക് സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് കൂടി കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി എനിക്ക് തരാം. അതൊന്നും പറ്റില്ല, ആദ്യം എനിക്ക് തരണം. കുട്ടി പറഞ്ഞു, ആദ്യം എനിക്ക് തരണം. നിങ്ങളെ കൈകൊണ്ട് ഒരു സാധനം കിട്ടുമ്പോ ഞാൻ ഇന്നല്ലാതെ ഈ ദുനിയാവിൽ ആരും തെരഞ്ഞു കൊടുക്കൂല, ഇങ്ങോട്ട് തരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടിക്കാണ് കൊടുത്തത്. അതങ്ങനെയാണ്. പറഞ്ഞതിനെതിരല്ലത്. ബാഹ്യത്തിൽ ചിലപ്പോ എതിരാൻ തോന്നുകയാണെങ്കിലും ആ കുട്ടിന്റെ മനസ്സ് മുഴുവൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വല്ലതും കിട്ടണമെന്നാണ്. അങ്ങനെ ഉണ്ടാവും ചിലത്. ഹബീബാ നബിക്ക് നല്ലൊരു കുപ്പായം കൊടുത്തു ഒരാള്. ആളെ പേര് ഞാൻ പറയണില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, മുത്തനബിയെ അതൊന്നും എനിക്ക് കൊണ്ട് തരുമെന്ന് വെച്ചു. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, ലാന്ന് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, അപ്പോഴേ ലാന്ന് പറയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ലാണ്ട് അപ്പോഴേ ലാന്ന് പറയുള്ളൂ, അല്ലാതെ നോന്ന് പറയില്ല. ആരെന്ത് വെച്ചാൽ അതാണ് ഹബീബിന്റെ സ്വഭാവമാണ്. ഒരിക്കൽ 2 മലഞ്ചെരുവിന്റെ ഇടയിൽ കുറെ ആടുകളേറ്റ് നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് വെച്ചു, എനിക്കതിന് ഒരു ആടിനെ തരുമെന്ന് വെച്ചു. ഒക്കെ കൊണ്ടേക്കോട്ടെ, ഫുൾ ആടിനെ. ഇയാള് ഗ്രാമത്തിൽ പോകുമ്പോ ഒരു വലിയ ആട്ടിന്റെ കൂട്ടത്തെ തൊലിച്ചിട്ടാണ് പോണത്. എന്നിട്ട് പറഞ്ഞ് വേണമെങ്കിൽ പോയിക്കോളി, ഇസ്ലാമിക്ക് കയറിക്കോളി, കുറെ ആടിനെ കിട്ടുമെന്ന് പറഞ്ഞു. ഇയാളെ
ഹബീബ നബി ആരാ? മുഹമ്മദ് മുസ്തഫ. അപ്പൊ നല്ല ഇഷ്ടമുള്ള ഒരു കുപ്പായം കിട്ടി. അപ്പൊ ഒരാൾ മറിഞ്ഞു നിന്നിട്ട് വെച്ചു, മുത്തുനബിയെ ആ കുപ്പായം എനിക്ക് തരുമെന്ന് വെച്ചു. അതങ്ങോട്ട് ഊരി കൊടുത്തു. അപ്പൊ മറ്റു സഹാബാക്കളെ കൂടി ഇയാളെ വളഞ്ഞു. എനിക്കറിയില്ല ഹബീബ നബിയോട് എന്ത് ചോദിച്ചാലും തരുന്ന്. ആ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടൊരു കുപ്പായല്ലേ, അതവിടെ പോയി ചോദിക്കല. അപ്പൊ ഇയാൾ ആ കുപ്പായം പിടിച്ചാൽ നിങ്ങൾ തരൂല. ഇതെനിക്ക് കുപ്പായത്തിനോട് ബുദ്ധി ഉണ്ടായിട്ടല്ല, ഞാൻ മരിച്ചാലേ ഇതിനെ കഫൻ ചെയ്തിട്ട് കൊണ്ടേ കിടത്തണം, എന്നാ മലക്കേടിൽ രക്ഷപ്പെടുന്നത് റസൂലുള്ളാഹിന്റെ കുപ്പായാണ് എന്നാണ് അവരൊക്കെ മനസ്സിൽ അതായിരുന്നു മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ നമ്മള് റസൂലുള്ളാഹിന്റെ ആളായാൽ ഖബറിലും നമുക്ക് രക്ഷയാണ്, സിറാത്തിലും നമുക്ക് രക്ഷയാണ്, സ്വർഗത്തിൽ നമ്മൾ രാജാക്കളാണ്. ഫജ്ഹദ് ലിദാരിൻ വദ റിളവാനു ഖാസിനുഹാ വജാറു അഹ്മദു റഹ്മാനു ബനീഹാ ഖുസൂറുഹാ ദഹബു വൽ മിസ്കു തീനതുഹാ വസഫറാനു ഹശീൽ സുന്നാബിതു ഫീഹാ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഞാനിതാണ് മുഴുവനാക്കി തരുന്നത് പറയാം. ഹലോ, അപ്പൊ അയാളിപ്പോ ഇവിടെ എത്തി. നമ്മൾ പറഞ്ഞില്ലേ മീസാല് പൊട്ടിയപ്പോ ഇയാളെ ഊരക്ക് പട്ടിട്ടിട്ട് പഠിച്ചോനെ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? ജബാനിയാക്കളെ മലക്കുകള് ആള് നരകത്തേക്ക് വലിച്ചുകൊണ്ടാണ്. ജബാനിയാക്കളെ മലക്കുകൾ 19 ആളുകളാണ്. എത്ര ആള്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അക്ഷരങ്ങൾ 19 ആണ്. എത്രണ്ണം? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ബിസ്മിന്റെ ആള് ഈ മലക്കളെ കൈപ്പെടൂല. കാരണം ഇതും 19 അതും 19. ഇത് അള്ള വെറുതെ വെച്ചല്ല. ഈ 19ന്റെ ആള് ആ 19 പെടൂല. നരകത്തേക്ക് മനുഷ്യന്മാരെ വലിച്ചുകൊണ്ടാണ് അവിടെ ശിക്ഷിക്കണ, അതിന് നേതൃത്വം കൊടുക്കുന്ന മലക്കുകൾ 19 ആളുകൾ, ജബാനിയൊക്കെ മലക്കുകൾ. അവരാണ് പിടിച്ചു കൊണ്ടുപോവുക. ആ മലക്കുകളുടെ കയ്യിൽ പെടൂല. ആര്? നിങ്ങളെന്തോ തൊള്ളർന്നിട്ട് വർത്താനം പറയാത്ത നാട്ടുകാർ ആരേന്ന്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 19 അക്ഷരവുമായി ബന്ധമുള്ള. അതുകൊണ്ട് ഇനി തിന്നുമ്പോ ബിസ്മി, കുടിക്കുമ്പോ ബിസ്മി, ഉറപ്പല്ലേ? കിടക്കുമ്പോ ബിസ്മി. അള്ളാഹു തൗഫീഖിൽ കെട്ടെ. ഇനിയിപ്പോ ബിസ്മി എല്ലാനായിട്ട് വേണമെങ്കിൽ തിന്നോളി, എന്നാലും വേണ്ടി ഇതൊന്ന് പരിചയിക്കണം. ഇനിയിപ്പോ അതാണ് കാര്യം അടുത്ത പരിപാടി. നാം തിന്നാൻ പോവാ, എന്നാലും വേണ്ടിയില്ല. ബിസ്മി ചെല്ലാതെ തിന്നിയാൽ ആ തീറ്റയില് നിങ്ങളുടെ പാർട്ണറാണ് സാക്ഷാൽ ഇബ്ലീസ്. അപ്പൊ വയറ്റിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് ക്യാൻസർ ഉണ്ട്. കാരണം എന്താ? ഇബ്ലീസിന്റെ പോയ്സൺ ഉണ്ടായി. ഇന്നിപ്പോ ക്യാൻസർ കൊണ്ട് വെറുതെ ഞങ്ങൾ എഴുതി. ഇന്നിപ്പോ ക്യാൻസർ ശുക്രില്ലാറ്റല്ലേ നമ്മള് പച്ചവെള്ളം മര്യാദക്ക് കടയിൽ നിന്ന് വാങ്ങാൻ 20 ഉറുപ്പിക കൊടുക്കണം. വേണ്ടേ? ഈ പച്ചവെള്ളം ഫ്രീ ആയിട്ട് അള്ള നമുക്ക് തരാൻ തുടങ്ങിയത് എത്ര കാലമായി? അള്ള പറയണം, ഇപ്പൊ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങും പോലെ എനിക്കും 20 ഉറുപ്പിക അള്ളാഹു താല എന്റെ മാർഗത്തിൽ ഓരോ പച്ചവെള്ളത്തിന് 20 ഉറുപ്പിക കൊടുക്കണം എന്ന് അള്ള പറഞ്ഞ. എനിക്കിപ്പോ 48 വയസ്സായി. ഇതിനിടയിൽ ഞാൻ കുടിച്ച പച്ചവെള്ളത്തിന് പൈസ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കുടിച്ച വെള്ളത്തിന്റെ കാര്യം പറഞ്ഞേ, ശ്വസിച്ച ഓക്സിജന്റെ കാര്യം ഇപ്പൊ ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ശ്വാസം മുട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാൽ ഒരു ദിവസം കൃത്രിമ ശ്വാസം വലിക്കാൻ നിങ്ങൾ ബില്ല് കെട്ടണം 5000 ഉറുപ്പിക. അപ്പൊ ഒരു മാസം 1,20,000 ഓക്സിജൻ കൊടുക്കണം. ഇത് അള്ള പറയാണ്, അതിന്റെ പകുതി ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഓക്സിജൻ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പടച്ചോനെ കാര്യം പിടുത്തം വിട്ട്. ആ അല്ലാഹുവിനോട് ശുക്രില്ലാത്തവൻ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. സയ്യാത്ത് ഹസനാത്ത് തൂക്കിയ സമയത്ത് സയ്യാത്ത് ഓവറായ ഹസനാത്ത് കുറവാണ്. ആ മനുഷ്യന് സബാനിയാക്കളോ നരകത്തിലേക്ക് തട്ടുന്ന സമയത്ത് കേട്ടോളൂ, അല്ലാ നരകത്തിന്റെ തീജ്വാലക്കടുത്ത് എത്താൻ നേരത്ത് ഒരു മനുഷ്യനുണ്ട് ദൂരെ നിന്ന് ഓടിക്കതച്ച് ഈ മനുഷ്യന്റെ അരികിലേക്ക് എത്തുകയാ. സബാനിയാക്കളായ മലക്കളുടെ കയ്യിൽ നിന്ന് ഈ മനുഷ്യന്റെ ഊര പിടിച്ച് വലിക്കുകയാ. അന ആഹവക്കും ബിഹുജസിക്കോ. നാളെ മലക്കളുടെ കയ്യിൽ നിങ്ങളെ ഊര പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ.
സബാനിയാക്കളുടെ കയ്യിൽ നിന്ന് ഊര പിടിച്ചിട്ട് മലക്കുകളുടെ കയ്യിൽ നിന്ന് ഊര പിടിച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങോട്ട് വലിക്കുകയാണ്. നരകത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. ചിന്തിക്കണം, നരകത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. നരകത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. ഊര പിടിക്കുകയാണ്. ആരാണ് ഈ വന്നത്? സബാനിയാക്കളായ മലക്കുകളോട് ചോദിക്കുന്നു, ഇവനെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? മലക്കുകൾ പറയുന്നു, നരകത്തിലേക്കാണ്. ഇവനെ എന്തിനാണ് നരകത്തിൽ കൊണ്ടുപോകുന്നത്? മലക്കുകൾ പറയുന്നു, ഇവന്റെ ഹസനാത്ത് സയ്യാത്ത് തൂക്കിയ സമയത്ത് തിന്മകൾ ഓവറാണ്, നന്മകൾ കുറവാണ്. അതുകൊണ്ട് നരകത്തിൽ വലിച്ചെറിയാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഓടിക്കതച്ചെത്തിയിട്ടുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, അതിന് അവന്റെ ഹസനാത്തും സയ്യാത്തും ഞാൻ ഒന്നുകൂടി തോറ്റു നോക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതിലുകൂടി പൊട്ടിയാലോ നരകത്തിലിട്ടാൽ മതി എന്ന് പറയാ. അവിടെ ഓടിക്കതച്ചെത്തുന്നു ഒരു മനുഷ്യൻ. ആരാണ് ഈ ആളെന്ന് ഞാൻ പറഞ്ഞു തരാ. സബാനിയാക്കളായ മലക്കളുടെ കയ്യിൽ നിന്ന് ആ മനുഷ്യനെ പിടിച്ചു വലിച്ച് രണ്ടാമത് മീസാനിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് ആ മീസാനിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അമലുകൾ തൂക്കിയപ്പോ മലക്കുകൾ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ തിന്മ ഓവറാ, നന്മ കുറവാണ്. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. ആ സമയത്ത് രണ്ടാമത് തൂക്കി മനുഷ്യനില്ലോ വേഗങ്ങ് തുറന്നിട്ട് ഒരു കാർഡ് പുറത്തേക്ക് എടുക്കുകയാണ്. ആ കാർഡ് നന്മയുടെ തട്ടിൽ അങ്ങോട്ട് വെക്കേണ്ട താമസോ നന്മയുടെ തട്ടങ്ങ് കനം കൊണ്ട് തൂങ്ങുകയാ. നരകത്തിന്റെ വക്കിലെത്തിയിട്ടുള്ള നരകത്തിലേക്ക് മാറ്റപ്പെട്ട തമ്മാടിയായ ഈ മനുഷ്യനെ ധൃതിയിൽ വന്ന് നൊടിയിടയിൽ ഇടപെട്ടുകൊണ്ട് രണ്ടാമത് മീസാനിലിട്ട് തൂക്കിയിട്ടൊരു കാർഡ് ആ നന്മയുടെ തട്ടിലിട്ടുകൊണ്ട് കട്ടപ്പെട്ടുകൊണ്ട് ഓടിയെത്തി രക്ഷപ്പെടുത്തിയത് ആരാന്നറിയോ? ഈ മനുഷ്യൻ ചോദിക്കുന്നു, എന്റെ ഉമ്മ തിരിഞ്ഞു നോക്കാത്ത സമയമാണ്, വാപ്പ തിരിഞ്ഞു നോക്കാത്ത സമയമാണ്, കെട്ടിയവള് എത്തി നോക്കാത്ത സമയമാണ്, കുട്ടികൾ സഹായത്തിനെത്താത്ത സമയമാണ്, കൂട്ടാളികൾ എന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ സമയത്ത് ദൂരെ നിന്ന് ഓടിക്കതച്ചെത്തിയിട്ടൊരു കാറിട്ടുകൊണ്ട് എന്റെ തട്ടിനെ കനം കൂട്ടി എന്നെ സ്വർഗത്തിലേക്ക് വഴിമാറ്റിയ നിങ്ങളാരാ? ആ സമയത്ത് ഈ ഓടിക്കതച്ചെത്തിയിട്ടുള്ള ആള് പറയുന്നു, എന്നറിയില്ലേ, അന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നിൽതിയാ റീഹ സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ സലാമി റൗളതൻ ഫീഹ നബിയുൽ മുഹ്തറം അക്ബാദുനാ വജ്റുഹതു من سيف هجر المصطفى يا سيدي ارحم لنا يا سيدي ارحم لنا عتيك روض إلهي بشنرا يتيكما പാപ്പിയ മേന്നിൽ നിന്നൊരു അഭിമതന വചനങ്ങളാൽ ആത്മാവുകൾ ഒരുപാടിനാൽ യാ നബിയേ യജമാനരേ ചെയ്യണേ, യജമാനരേ ചെയ്യണേ. അല്ലാ 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 പാടിപ്പറഞ്ഞ് ഓടിയെത്തി ആ മടിശീലയിൽ വീണ് സിറാത്ത് വിട്ടുകിടക്കാനുള്ള യത്നമാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ചിന്തിക്കണേ. മുംബൈയിൽ ആരും തുറന്നു നോക്കല്ലേ, ചിന്തിക്കണം വളരെ. അപ്പൊ നമുക്ക് സിറാത്ത് വിട്ടുകിടക്കാൻ പ്രധാനപ്പെട്ട ഏക മാർഗം അത് സ്വലാത്തിനെ കൂട്ടുപിടിക്കലോ. അള്ളാഹു സലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് സിറാത്ത് വിട്ടെടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഒന്നാമീ പറയാം, അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഹബീബിന്റെ ആളാകാ. ഇല്ല ആ പാടുണ്ട് കേട്ടോ, ആ പാടുണ്ട്.
തലന്റെ ഉള്ളിലും കൽവിന്റെ ഉള്ളിലും നിറയെ മുഹമ്മദ് മുസ്തഫ. നാം മരിക്കണം എത്തിച്ചിരിക്കാൻ കഴിയും. വെളുക്കലും കറക്കലൊക്കെ അവിടെയാണ്. ചെത്തി പൊളിക്കാനുള്ളത് അവിടുന്ന്. ഇവിടെ എന്താ ചെത്തി പൊളിക്കാനുള്ള അവിടെയാണ്. ഇവിടെ എന്താ വെളുക്കുന്ന ദിവസം നാളെയാണ്, കറുത്ത് കരിവാളിക്കുന്ന ദിവസവും നാളെയാണ്. ദുനിയാവിലും ആഖിറത്തിലും അധികാരിയായ അധിപനല്ലയോ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഖുർബിൻ വമിൻ നജമി മൗലായ لم دائما أبدا على حبيبك خير الخلق كلهم. ചിന്തിക്കണേ, റസൂലുള്ളാഹിനെ ആവാഹിക്കണേ, റസൂലുള്ളാഹിന്റെ ആളുകളാവണേ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് വൈകാതെ അവസാനിപ്പിക്കുന്നതാണ്. ഈ മാസം ഏതാണ് മാസം എന്ന് നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹിന്റെ വലങ്കയ്യായ, റസൂലുള്ളാഹിന്റെ നിഴലായ, റസൂലുള്ളാഹിന്റെ തണലായ, റസൂലുള്ളാഹിന്റെ റഫീഖായ, ഹബീബിന്റെ ജനാഹായ, ഹബീബിന്റെ അനീസായ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ വൽ തഹഖീഖ് الملقب باللطيق قاتل الزنديق أبي بكر الصديق. പറഞ്ഞോളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. തണുത്ത വെള്ളം ദാഹിച്ച് വലഞ്ഞ സമയത്ത് ഒരു വ്യക്തിയുടെ കൈ കിട്ടുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ എത്ര ആവേശവും ആർത്തിയുണ്ടോ, അതിനേക്കാളും ആർത്തിയും ആത്മാർത്ഥതയും ആവേശവുമാണ് സിദ്ദീഖ് എന്നവർക്ക് സ്വലാത്തിൽ വഅലമു ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. ഈ വിഷയം കയ്യിലോടുകൂടി ഈ ഗ്രാമത്തിൽ മുഴുവൻ ആളുകളും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 100 സ്വലാത്തിൽ നിന്ന് ആളുകളായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കൃത്യം 10 മണിക്ക് നിർത്തും. കാരണം അരമണിക്കൂറോളം ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി വാള് പറഞ്ഞു. ഇനി ഒരു 1.5 മണിക്കൂർ ഞാനും പറഞ്ഞ 2 മണിക്കൂറായി. അങ്ങനൊക്കെ ഈ തണുപ്പ് സമയത്ത് എന്നിട്ട് എവിടെ ആഹാ ആരും പോരുത്. വളരെ പ്രധാനപ്പെട്ട ദുആ വരാൻ പോവാണ്. ബഹുമാനപ്പെട്ട ഫഖ്റി തങ്ങളുടെ ദുആയുണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകാവൂ ഇൻഷാ അല്ലാഹ്. സലാത്ത് ദുആ ഒരൊറ്റ പോക്ക്. സയ്യാത്ത് ദോഷങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണാവും. നമുക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് നമ്മൾ അറിയാതെ അള്ളാഹു തരും. ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒന്നാമീ പറയാം, ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് കൽബിന്റെ കാത് തുറന്നൊന്ന് കേൾക്കണേ ചെറുപ്പക്കാരാ. സിദ്ദീഖ് എന്നവരുടെ സ്വലാത്തിന്റെ ആവേശം നമുക്കുണ്ടാകൂല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്വലാത്തിന്റെ ആവേശം നമുക്കുണ്ടാകൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സ്വലാത്തിന്റെ ആവേശം നമുക്കുണ്ടാകൂല. സഹാബാക്കളിൽ ഒരാളുടെയോ സ്വഹാബത്തിൽ ഒരാളുടെയും സഹാബിയാത്തിൽ ഒരാളുടെയോ സ്വലാത്തിന്റെ ആവേശം നമുക്കുണ്ടാകൂല. പക്ഷെ കാലഘട്ടത്തിന്റെ ഒരു അബൂബക്കറുണ്ട്, കാലഘട്ടത്തിന്റെ ഒരു ഉമർ ഇബ്നുൽ ഖത്താബുണ്ട്, കാലഘട്ടത്തിന്റെ ഒരു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, കാലഘട്ടത്തിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്. അതിൽ പെടാൻ ശ്രമിക്കണേ. അതാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയട്ടെ. അന്ത്യപ്രളയ സമയത്ത് വഴിയോരങ്ങളിൽ കാമകേളികൾ നടക്കുന്നതാണ്. കഴുതുകളെ പോലെ ബസ് സ്റ്റോപ്പിൽ കാമകേളികൾ നടത്തുന്ന സ്കൂൾ കുട്ടികളെ കണ്ടിട്ടില്ലേ? മറയില്ലാതെ ബസ്സിൽ കാമകേളികളും തോണ്ടലും പിച്ചലും ഒക്കെയായി പരസ്യമായി സ്റ്റേജിൽ കയറി ചുംബിക്കുന്നതിന് വാദിക്കുന്ന കാലമല്ലേ? വഴിയോരങ്ങളിൽ പരസ്യമായി കഴുതുകളെ പോലെ കാമകേളുകൾ കാണിക്കുന്ന കാലത്ത് അതാ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഈ പരസ്യമായ ചുംബനം കണ്ട, പരസ്യമായ കാമകേളികൾ കണ്ട, എടാ നീയും അവളും കാമകേളി നിർത്തൂല്ല എന്ന് എനിക്കറിയാം. പക്ഷേ വഴിയിൽ നിന്നൊന്ന് സ്വകാര്യമായ മറയിലേക്ക് മാറി നിൽക്കണോ എന്ന് നാവ് തുറന്നുകൊണ്ട് ആ കാമകേളുകൾ ചെയ്യുന്നവരോട് പറയുന്നവൻ അന്നത്തെ അബൂബക്കറാണ്, അന്നത്തെ ഉമർ ഇബ്നുൽ ഖത്താബാണ്. നബിയുനാ റസൂലുള്ളാഹി. അതിന് പെടാൻ നമുക്ക് കഴിയില്ല. ഒന്നും അല്ലെങ്കിൽ മോശപ്പെട്ട കല്യാണം നടക്കുന്നിടത്തേക്ക് പോവാതിരുന്നാൽ അത് ഇന്നത്തെ ഉമർ ഖത്താബിന്റെ സ്വഭാവമാണ്.
നമ്മളവിടെ പോയാൽ അവിടുത്തെ കുതൂഹലം നിൽക്കൂല നമുക്ക് തോന്നി. അവിടെയാണെങ്കിലോ ഹറാമിയത്തിന്റെ പേക്കൂത്ത് നടക്കാണ്. എന്നാ ഇന്നത്തെ അബൂബക്കർ സിദ്ദീഖാരാന്നറിയോ അങ്ങോട്ട് പോകാത്തവനാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒന്നാമീ പറയാം, ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഞാൻ ഏതെങ്കിലും സ്ഥലം എന്നല്ല പറയുന്നത്. ഇന്നത്തെ കാര്യം ഇന്ന് ദീന് പറയാതിരുന്നാൽ നാളെ ഉമ്മത്ത് മുർത്തതായി പോകുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് ലിബറൽസ് അങ്ങനെ അടിച്ചു കയറി കാര്യമായിട്ട് തടയിട ആൾക്കാർ വളരെ കുറവാണ്. മൊക്കനിട്ട കുട്ടികൾ ചോദിക്കാൻ ഞങ്ങൾ ആൺകുട്ടികളെ കൂടെ എന്താ നിങ്ങൾക്ക് കുഴപ്പം, അതിനെന്താ പ്രശ്നം, ആണും പെണ്ണും എന്താ വ്യത്യാസം? ഇതുവരെ തിരിഞ്ഞിട്ടില്ല ആണും പെണ്ണുള്ള വ്യത്യാസം, ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ബസ്സിലൊക്കെ സ്ത്രീകൾ എഴുതിയേക്കണോ? അതിനിപ്പോ ഇന്നെടുത്ത് മാറ്റിയ കാര്യമുണ്ടോ? ഇതുവരെയുള്ള ആളുകൾക്കും തിരിഞ്ഞില്ല. സ്ത്രീകൾ എഴുതിയേക്കണം എന്തിനാ? പുരുഷന്മാർ സ്ത്രീകൾ എന്നില്ല ബസ്സിൽ എഴുതിയേക്കണം. ആണും പെണ്ണും ഒരുപോലെ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ പ്രസിഡന്റുമാരെ എടുക്കുകയാണെങ്കിൽ പകുതിയാണ് ഉണ്ടായത്. പേരിന് 1 or 2 ഉള്ളൂ. പ്രധാനമന്ത്രി പേരിനാരാ? ഒരാളെണ്ണാൻ പറ്റും. പ്രസിഡന്റ് പേരിനാരാ? എന്താ അത് പകുതി ആണും പെണ്ണും ഒരുപോലെ അല്ല. അതുകൊണ്ട് ഇതിപ്പോ ആർക്കും തിരിഞ്ഞായിരുന്നു. ഇപ്പൊ എന്നിട്ട് ക്യാമ്പസുകളിൽ വാദിക്കുക ആണും പെണ്ണും എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെയാണോ? ഇതൊക്കെ ഒരേ ബെഞ്ചിലാ എന്നുള്ള അവസ്ഥ? ഇന്നിപ്പോ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ വരാം, ആണിന്റെ മനസ്സിലുള്ള പെണ്ണിന്റെ മനസ്സിലുള്ള ആണ്. അപ്പൊ ആണിന്റെ രൂപം പെണ്ണിന്റെ മനസ്സിൽ. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ ഈ പെണ്ണാക്കി മാറ്റുക. അപ്പൊ ഒരാളെ മനസ്സിൽ ഞാൻ സിംഹം തോന്നുകയാണെങ്കിൽ സിംഹാക്കി മാറ്റുക. അങ്ങനെ തോന്നുന്നുണ്ട് അമേരിക്കയില് ഒരാൾക്കൊന്ന് നായാവണമെന്ന്. അവിടെ നായാവുണ്ട്, അതും തുടങ്ങിക്കൂടും. എന്നിട്ട് ആജയന്മാരെ മക്കള് കീരും പാമ്പും നായായിട്ട് ഇങ്ങനെ നടക്കുക. കാരണം അവർക്ക് തോന്നുന്നത് ഞാൻ നായാണ്, അപ്പൊ നായാക്ക്. ഇതല്ലാണോ ലിബറലിസം? മനസ്സ് തോന്നുന്ന സോക്കടൊക്കെ രൂപത്തിൽ മാറ്റല. അതാണോ നാട്ടിൽ പറയേണ്ട വാക്കുകൾ? അതല്ലേ ഇപ്പൊ വലിയ ആധുനിക പുരോഗമന സിദ്ധാന്തങ്ങളായി വേദാന്തങ്ങളായി ഓതുന്ന അതല്ലേ? ഇതിനൊന്നും എതിർക്കാൻ ആരില്ല. എതിർത്താൽ അവരൊക്കെ പഴഞ്ചന്മാർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അണ്ണാക്കിന്റെ മുകളിൽ നാവുന്നൊരു സാധനമുണ്ടെങ്കിൽ ഞങ്ങളുള്ളിടത്തോളം കാലം അതിശക്തമായി ഇതിനെതിരെ പടവെട്ടുന്നതാ. നിസ്കാരത്തേമുള്ള ശംസുദ്ദീനാജിയുടെ ഒക്കനേറ്റ അജുമ്മാന്റെ മക്കളൊക്കെ പടച്ചവനെ പരസ്യമായി പരിഹസിക്കാൻ അവർക്ക് അടിസ്ഥാനപരമായി കുട്ടിയെ വിശുദ്ധ മതത്തിന്റെ ഉടുപ്പിന് വലിച്ചു കയറിയിട്ട് അത് ഫാഷനായി എക്സ് മുസ്ലിം എന്ന് പല്ലിളിച്ചുകൊണ്ട് തുറന്നു പറയുന്ന കാലമല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തുറന്നു പറയില്ലേ എക്സ് മുസ്ലിമീങ്ങൾ? അല്ല, എടാ മുസ്ലിം നീ കൂട്ടില്ലേ എക്സിന്റെ കൂടെ? അപ്പൊ എനിക്ക് ആ പേരിനോടുള്ള അഭിനിവേശം ഉള്ളത്. ഒരാൾക്ക് നേരത്തെ പിരാന്ത് ഉണ്ടായി, പിന്നെ മാറി. ആരെങ്കിലും എക്സ് പിരാന്ത് എന്ന് പറയാം? എന്താ പറയാത്തത്? പിരാന്ത് എന്നുള്ള ഇയാൾ മോശമായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മുസ്ലിം എന്നുള്ള മോശമായി കാണില്ല. ഇപ്പോഴും കുമ്പ് ഉറപ്പിക്കുന്നത് ഈ പേര് കൂട്ടുപിടിച്ചിട്ടല്ലേ? അങ്ങനല്ലേ വീട്ടിലിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പല്ലടിച്ചിട്ട് ഇപ്പോഴും ആരാന്റെ അച്ചാരം വാങ്ങിയിട്ട് കുമ്പ് വീർപ്പിക്കുന്നത് മുസ്ലിം എന്ന പേരിനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ? എന്താ പേര് വാക്കത്തത്? ആ പേര് കൂട്ടിയാൽ പൈസ ഇട്ടുള്ളതുകൊണ്ട്. മുസ്ലിം ചെറിയ നിനക്ക് അഭിമാനം ഉള്ളതുകൊണ്ടല്ലേ മുസ്ലിം എന്ന് കൂട്ടുന്നത്. അല്ലെങ്കിൽ എന്താ ഈ എക്സ് പിരാന്ത് എന്ന് പേരിടാത്ത? നേരത്തെ ഒരാള് വ്യഭിചാരിയായിരുന്നു, പിന്നെ നന്നായി. ആരെങ്കിലും എക്സ് വ്യഭിചാരി എന്ന് പറയാം? നേരത്തെ ഒരാൾ കൊലയാളിയായിരുന്നു, പിന്നെ ആള് നന്നായി. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ. മണിയമ്പിള്ള ഭയങ്കര കള്ളനായിരുന്നു, ഇപ്പൊ നന്നായി. 4 പുസ്തകം എത്തിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. മണിയമ്പിള്ള ആരാ? റളിയല്ലാഹു. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനായിരുന്നു. ഇപ്പൊ മണിയമ്പിള്ള ഷാത്തിലിമല്ല. ആളു സാറ കള്ളത്തരൊന്നുമില്ല. അന്ന് അയാൾ എക്സ് കള്ളന്ന് പേരിടട്ടെ. എന്താടാത്തത്? ഇടൂല. അയാൾക്ക് കള്ളെന്നുള്ള മോശമായി കാണുന്നുണ്ട്. ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം എന്നുള്ള ഇപ്പോഴും പൂതിയാണ്. അപ്പൊ എക്സ് മുസ്ലിം. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ എക്സ് മുസ്ലിം പേരിടരുത്. കാരണം നിങ്ങൾ ഞമ്മളിന്ന് പോയ മാലിന്യം നോക്കിയിട്ട് ആരും എക്സ് ഇട്ടിട്ട് പറയില്ല. ഉദാഹരണം, മൂത്രം നോക്കിയിട്ട് ആരെയും എക്സ് ജ്യൂസ് എന്ന് പറയാം. ഒരാൾ ടോയ്ലറ്റിന്റെ പോയിന്റ് അവിടെ പോയിട്ട് പറയാം എക്സ് പൊറാട്ട, എക്സ് ബിരിയാണി എന്ന് പറയാം. എടോ ഇതിന് പോയ മലാണ്, ഞാൻ എക്സ് ഇട്ടിട്ട് പറയാ. ഞങ്ങൾക്ക് വേണ്ട എന്റെ എക്സ്. മൂത്രം നോക്കിയിട്ട് എക്സ് ജ്യൂസ് എന്ന് ആരെങ്കിലും പറയും? ഇല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം ഇതിന് പോയ മലാണ്, നജസാണ്, അവിടേക്ക് എക്സ് കൂട്ടല്ലേ. അതാണ്ട് ഒഴിവാക്കുക. ഇതാണ്, വേറൊന്നും പന്നോട് പറയാനില്ല. വായിച്ച് പഠിച്ച് നന്നാകണില്ലെങ്കിൽ അവസാനം പറയാനുള്ളത് ഈ പേരിട്ടിട്ട് ഏർപ്പാട്ടെ.
അതിന്റെ ഒക്കെ പറകിൽ മുസ്ലിം ചെറുപ്പക്കാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ഗൗരവത്തിൽ തലകൊടുത്ത് ചിന്തിക്കണേ. മഹാനരായ സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ മാസമായതുകൊണ്ട് ഞാൻ അവരെ ഒന്നുകൂടി ഓർക്കട്ടെ. ഹബീബിന്റെ ഖൽബിലെ മാണിക്യ കൊട്ടാരത്തിലെ മഹബത്തിന്റെ പരവതാനിയിലെ സ്വാധീനമുള്ള രാജനല്ലയോ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവരെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു അവരെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, പെങ്ങന്മാരെ, സലാത്തിന്റെ ആളുകളേക്കോ, സലാമിന്റെ ആളുകളേക്കോ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പല കാര്യങ്ങളും തേടിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു എന്നത് ആരംഭത്തിലാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ മഅസ്സാദിഖീൻ അവിടെ തുടക്കമാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ തുടക്കത്തിലാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തുടക്കത്തിലാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. യാ അയ്യുഹല്ലദീന ആമനു തുടക്കത്തിലാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തുടക്കത്തിലാണ് പറഞ്ഞത്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞത് പ്രാരംഭത്തിലാണ്. പക്ഷേ സ്വലാത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞില്ല. ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് ബുദ്ധിയുള്ള മനുഷ്യന്റെ മസ്തിഷ്കം കറക്കുന്ന വിഷയമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യേ. ബുദ്ധിയുള്ള മനുഷ്യന്റെ സലാത്ത് എന്താന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി, ഇനിയൊന്നും വേണ്ട. ഏത് വിഷയം പറയുമ്പോഴും യാ അയ്യുഹല്ലദീന ആമനു ആരംഭത്തിൽ, പക്ഷെ സലാത്ത് പറഞ്ഞപ്പോ യാ അയ്യുഹല്ലദീന ആമനു ഇടയിൽ. കാരണം ആദ്യം പറഞ്ഞത് മനുഷ്യന്റെ ഖൽബ് കോരിത്തരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യേ. യാ അയ്യുഹല്ലദീന ആമനു. സുബ്ഹാനല്ലാഹ്. ഇനി സ്വലാത്ത് ചൊല്ലാത്തവൻ ഈ പ്രമാണത്തിന്റെ പൂന്തോപ്പിലെ പരമവിഡ്ഢിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാനോട് ഞാൻ പറയാം, സ്വലാത്തലീറ്റ് പോരുന്ന തോരുന്നോളി എല്ലാ കണ്ണേറും സിഹറും ഒക്കെ ബാത്തിലാവും. വളരെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു ആലിം, എല്ലാ നിലക്കും ദേഷ്യമാണ്, ആരെ കണ്ടാലും ചീത്തയാണ്. കമ്മിറ്റിക്കാരും കുടുങ്ങി, നാട്ടുകാരും കുടുങ്ങി, ശിഷ്യന്മാരും കുടുങ്ങി. അയാൾ എന്നോട് പറഞ്ഞ അയാളെപ്പടുത്ത് കണ്ടു. അപ്പോൾ ആ നാട്ടിൽ ഏറ്റവും സൗമ്യനാണ്, സൽസ്വഭാവിയാണ്, എളിമുള്ള ആളാണ്. എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ സ്വഭാവം ഒന്ന് മായായി കിട്ടാന് ഞാൻ ലക്ഷക്കണക്കിന് സലാത്തിലേക്ക് അറിഞ്ഞു, അതോടുകൂടി ഞാൻ അടിമുടി മാറിയില്ല. പെട്ടെന്ന് മാറാൻ പ്രയാസമുള്ളതാണ് സ്വഭാവം. അതുപോലെ സ്വലാത്ത് അങ്ങോട്ട് അടിച്ചു കയറിയപ്പോ ഇതിന്നൊരു ഹീറ്റ് അങ്ങോട്ട് കിട്ടാണ്ട് എല്ലാ കീടങ്ങളും ഉരുകിപ്പോകും. അതാണ് നമ്മൾ സ്വലാത്തിന്റെ ആളുകളാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലിയിട്ട് ക്യാൻസർ മാറിയത് എനിക്കറിയാം. സ്വലാത്ത് ചൊല്ലിയിട്ട് അറ്റാക്ക് മാറിയത് എനിക്കറിയാം. സ്വലാത്ത് ചൊല്ലിയിട്ട് കടം വീടിയത് എനിക്കറിയാം. സ്വലാത്ത് ചൊല്ലിയിട്ട് മക്കളുണ്ടായത് എനിക്കറിയാം. സ്വലാത്ത് ചൊല്ലിയവൻ ചിരിച്ച് ഉറക്ക ദിക്ർ ചൊല്ലി മരിച്ചതോ എനിക്കറിയാം. 2 കൊല്ലം മുമ്പ് മദീനയിൽ പോയി വാള് പറയുന്ന സമയത്ത് മുന്നിലിരുന്ന് വാള് കേട്ടിരുന്നൊരു ചങ്ങരംകുളത്തുകാരൻ സയ്യിദുണ്ടായിരുന്നു. ഞാൻ പ്രസംഗം നടത്തിയത് അഹ്മദുൽ കബീർ റിഫായുടെ ആണ്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് റിഫായി ശൈഖിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് സ്വലാത്തിന്റെ മാത്രം പറഞ്ഞ് മദീന്റെ പ്രഭാഷണം അവസാനിപ്പിച്ച സമയത്ത് മുന്നിലിരുന്നു കൊണ്ട് ഏറ്റവും ജഡ് വരെ കറുത്ത തൊപ്പിയിട്ടുകൊണ്ട് കന്തൂറ അടിഞ്ഞ ആ മഹാനായ തങ്ങള് കയ്യിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കവളത്തുമ്മ വെച്ചുകൊണ്ട് പിരിയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ വല്ലിപ്പാന്റെ അരികിലേക്ക് വന്നത് സ്വലാത്ത് ചൊല്ലി നിയ്യത്ത് ചെയ്തിട്ടാണ്. എനിക്ക് മദീനയിൽ കിടക്കണം ഉസ്താദ്, നിങ്ങളതിന് ദുആ ചെയ്യണേ.
ഈ കഴിഞ്ഞ വർഷമല്ല, അതിന്റെ 9 വർഷം ഇതേ മാസത്തിൽ എനിക്കുണ്ടായ അനുഭവമാണ്. ഇതല്ല ജമാഅത്തുൽ ഊല മാസത്തിൽ എനിക്കുണ്ടായ അനുഭവം. എന്നോട് പറഞ്ഞു, ഞാൻ വല്യപ്പാന്റെ അടുത്ത് വന്നത് സലാത്തൊക്കെ ചില നിയത്ത് ചെയ്ത് വേണ്ട എനിക്ക് ഇവിടെ കിടക്കണം. കൂടുതൽ പ്രായം ആയിട്ടില്ല, ഒരു 40-45 ഇടയിലെ പ്രായം. ഞാനതൊരു വിഷയമാക്കിയില്ല. അങ്ങനെ ഇപ്പൊ ഞാനും മദീനത്ത് പോകുമ്പോഴൊക്കെ മരിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ ഇങ്ങോട്ട് അതിനേക്കാൾ ആരോഗ്യത്തിൽ ഇങ്ങോട്ട് തന്നെ വരും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയണോ കേൾക്കണല്ലേ, ആ കൂട്ടത്തിൽ വർത്താനായിട്ട് ഞാനും കണക്കൂട്ടി. ഞാൻ പറഞ്ഞു അള്ളാഹ് ആഫിയത്തുള്ള ദീർഘാഴ്ചയൊക്കെ തെറ്റേന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോന്നു. പിറ്റേന്ന് എനിക്ക് വിളി, ആ ഗ്രൂപ്പിന്റെ അമീർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് ഇന്നലെ ദ്വാരക്കാൻ പറഞ്ഞ തങ്ങളുണ്ടല്ലോ ഇപ്പൊ റൗദയിൽ കിടന്ന് മരിച്ചെന്ന്. ഇത് എനിക്ക് കഴിഞ്ഞ ഒരു 18 മാസം മുമ്പ് ഉണ്ടായ അനുഭവമാണ് മദീനത്ത്. തറ പവറാണ് സലാത്ത്. അതുകൊണ്ട് സലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കുമ്പോ കൊളർത്ത് ദ്വാരുന്ന അത് ക്ലിക്കാവും. അതിന്റെ ഇടയിൽ ഹിജാബില്ല. അതാണ് സ്വലാത്തിന്റെ ഹിജാബത്തിന്റെ ഇടയിൽ ഹിജാബില്ല. സ്വലാത്ത് അങ്ങനെ ദിവസം ചെല്ലുക ദ്വാരക്ക. സിറാത്ത് വിട്ടുകിടക്കണേ റബ്ബേ, നീ വിട്ട് കിടക്കാതിരിക്കൂല. കാരണം സിറാത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ആവശ്യമുള്ളവരായിട്ട് പോവാൻ ഒറ്റ ആൾക്ക് അധികാരമുള്ളൂ, മുഹമ്മദ് മുസ്തഫ. സിറാത്ത് വിട്ട് കിടന്ന പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? കിട്ടിയ സ്ഥലത്ത് ഇരിക്കുക എന്നല്ലാതെ. എന്നാ ഹബീബ നബി അവിടെ സ്വർഗത്തിലെത്തിയ ഇങ്ങനെ നോക്കും. അപ്പൊ ഉമ്മത്ത് കുറെ ആൾക്കാർ ഇപ്പോഴും മഹ്ശറിൽ കുടുങ്ങി കിടക്കാണ്, ഇപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നറിഞ്ഞാൽ സ്വർഗത്തുനിന്ന് പാലം വിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്ന ആളെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ينصب للأنبياء منابر من ذهب فيجلسون عليها ويبقى منبري مخافة أن نبعث إلى الجنة وتبقى أمتي بعدي. സ്വർഗത്തിൽ സകല അമ്പിയാക്കൾക്കും പടച്ചവന് പണിതിട്ടുള്ള മനോഹരമായ അധികാരത്തിന്റെ കനകപീഠമുണ്ട്. അമ്പിയാക്കൾ മുഴുവനും സ്വർഗത്തിലെത്തിയിട്ട് ആ കസേരയിൽ ഇരിക്കും. അത് സ്വർണത്തിന്റെ കസേരയാണ്. അല്ലാ അല്ലാ, ഞാനിരിക്കൂല, ഞാൻ എങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടിരിക്കും. എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ എന്റെ കസേരയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി അഹല്ല ഉമ്മതഹു ഫീ ഹിർസിനി ലതി കല്ലൈതിഹാ ലാ മഅല്ലശ മാലി ഫീ അജമി മൗലായ صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. സിംഹം അതിന്റെ കുട്ടികളെ മാളത്തിൽ പോറ്റും പോലെ ഉമ്മത്തിനെ പോറലേൽക്കാതെ പ്രാസ്ഥാനിക കോട്ടയിൽ പോറ്റുന്ന മഹാനാണ്, നേതാവാണ് മുഹമ്മദ് മുസ്തഫ. പിടിച്ചോളി, ഇവിടെ ഈ നേതാവിനെ മറന്ന് മറ്റൊരു നേതാവിന്റെയും പിന്നാലെ നടക്കണ്ട. ഇതാണ് നേതാവ്, ഇതാണ് നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. പിടിച്ചവൻ രക്ഷപ്പെട്ടു, പിടിക്കാത്തവൻ കഷ്ടപ്പെട്ടു. പിടിച്ചവന് പരാജയനാവൂല, പിടിക്കാത്തവനും പരാജിതനാണ്. ഉമ്മത്തെ ഈ ഹബീബിന്റെ മഹബത്തിന്റെ തുണയിൽ നിന്ന് നിന്നെ തട്ടിയെടുക്കുന്നത് ആരാണെങ്കിലും അത് നിന്റെ ശത്രുവാണെന്ന് മറക്കണ്ട. അറാകുല്ല മൻ അൽഹാക അൻ കസ്ബി ത്വാഅതി അദുവ്വൻ വഇൻ കാന صديق المصافيا. റസൂലുള്ളാഹിന്റെ മദ്ഹിൽ നിന്ന്, മഹബത്തിൽ നിന്ന്, സ്വലാത്തിൽ നിന്ന്, ത്വാഅത്തിൽ നിന്ന്, സുഹൃതത്തിൽ നിന്ന് നിന്നെ വിളിക്കുന്നവന് സിനിമയിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത്. നിന്നെ വിളിക്കുന്നവന് ഗൈബത്തിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത്. നിന്നെ വിളിക്കുന്നവന്റെ മീമത്തിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത്. നിന്നെ വിളിക്കുന്നവന് പലിശയിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത്. നിന്നെ വിളിക്കുന്നവന് ആധുനിക പാശ്ചാത്യന്റെ ഉച്ചിഷ്ടങ്ങൾ വാരിപ്പുണരാനുള്ള മലീമസമായ സംസ്കാരത്തിലേക്കാണ് നിന്നെ മാടി വിളിക്കുന്നത്. മോനെ, അവനേത് പണക്കാരനായാലും, ഏത് തറവാട്ടുകാരനായാലും, ഏത് തടിമാടനായാലും, ഏത് സ്വാധീനമുള്ളവനായാലും, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് നിന്നെ അടർത്തിയെടുത്ത് മറ്റു പരിഷ്കാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവന് നിന്റെ ശത്രുവാണ്, ശത്രുവാണ് എന്ന് ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുകയാ.
ഇവിടെ വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർ പിന്നാലാണ്ട് പോവാ. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. പാണക്കാട്ടെ തറവാട്ടിൽ ഇന്ന് പോയാലും മഹാനായ സയ്യിദ് മുനവ്വർ മോൻ താമസിക്കുന്ന തറവാട്ടിന്റെ മുറ്റത്തൊരു സ്രാമ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ശിഹാബ് തങ്ങൾ രാത്രി വൈകി വന്നാലും നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. അവിടെ വരുന്ന അതിഥികൾക്ക് മാത്രം ഉണ്ടാക്കിയല്ല, ശിഹാബ് തങ്ങൾ എത്ര വൈകി യാത്ര കഴിഞ്ഞു വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിത്ര 11 റക്അത്ത് പരമാവധി നിസ്കരിച്ചിട്ട് റൂം പോവാ. പിടിച്ചോ ആ നേതാവിനെ പിടിച്ചോ. പാതിരാവിൽ ഉറങ്ങാതെ തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് 2.5 മണിക്കും അംഫാസിയ ദിക്റുകൊണ്ട് പാതിരാവിനെ പകല് പോലെ സജീവമാക്കിയ വിലായത്തിന്റെ മർത്തബയിലെ സമുന്നത സോപാനത്തിൽ വിരാജിക്കുന്ന വലിയുള്ളാഹി ശംസുൽ ഉലമാ. പിടിച്ചോ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ പിന്നാലെ നടന്നോ എന്ന ദിക്റിന് രസം ഉണ്ടായിക്കോളൂ. ഇടക്കിടക്ക് വരക്കലൊക്കെ ഒന്ന് പോയിക്കോ, പാണക്കാടൊക്കെ ഒന്ന് പോയിട്ട് സലാം പറഞ്ഞു ദ്വാരന്ന് പോരെ, കൽബൊക്കെ കണ്ട് പ്രകാശം കയറിക്കോളും. കണ്ടിട്ടില്ലേ ഷവർമ്മ കൊടുക്കുന്ന സമയത്ത് ഒന്ന് അടുപ്പിന്റെ അവിടേക്ക് നേരെ പത്തിരിയാക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ പരിപാടിയാണ് ഇതൊക്കെ. ഇത് നേരെ ഒന്നാണ്ട് പിടിച്ചു കൊടുത്താൽ മതി, അവരെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇന്നത്തെ കാലമാണ് ഏതിനും എന്തിനും ചോദ്യം. അതെന്താ, അതെന്തിനാ, അതെന്താ, അതെന്താ 5 ഒക്ട്, 6 ഒക്ട് ആയിക്കൂടെ, 4 ഒക്ട് ആയിക്കൂടെ, എന്താ 17 ചോദ്യം. എന്നാ പിന്നെ ഇവൻ ഡോക്ടറെ പോയാൽ എന്ത് ചെയ്യണം? ഡോക്ടർ ഗുളിക എഴുതി കൊടുക്കും. ഇതെന്താ വലക്കാലുപ്പത്തിൽ എന്താ പറഞ്ഞുകൂടാ ചോദിക്കൂല. ഡോക്ടർ ഗുളിക എഴുതി കൊടുക്കാം. ആ ചോദ്യം എന്താ ഇവിടെ ചോദിക്കാത്ത? ഡോക്ടറോട് ചോദിക്കാം, ഞാനത് തിന്നണമെങ്കിൽ ഇതിന്റെ രഹസ്യം പറഞ്ഞു തന്നെ, ഇതിലെന്തൊക്കെയാണ് കൂട്ട്, ഇതെന്താ ഒലക്കയായത്, ഇതെന്താ പത്തിരിയാവാഞ്ഞത്, ഇതെന്താ 3 നേരമായത്, ഇതെന്തുകൊണ്ട് 4 നേരമായില്ല, ഇതെന്തുകൊണ്ട് 2 നേരമാക്കിയില്ല, ഇതെന്തുകൊണ്ട് ഉടനെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഭക്ഷണത്തിന് ശേഷമായി. എടാ ഹംക്കാനക്ക് ഗുളിക കഴിക്കാൻ പറ്റില്ല. നിങ്ങളോടല്ല കേട്ടോ, അത് ചോദിക്കൂല. കാരണം എന്താ? അത് തടിമക്കുള്ള. എടാ നീ അവിടെയല്ലേ ചോദിക്കേണ്ടത്, അതാരും ചോദിക്കൂല. അത് കിട്ടിയ അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലാണ് മുങ്ങും. കാരണം എന്താ? അത് തടിമക്കുള്ള. ദീനിന്റെ കാര്യം പറയുമ്പോ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, അതെന്താ ഉങ്ങനെ, ഇവനൊക്കെ ചുമരുമ്പക്ക് ജാമാക്കിയിട്ട് സിമന്റും കൂടി ചവിട്ടേണ്ടി. എടാ എന്താണ് ആശുപത്രി ചോദിക്കാത്തത്? ഡോക്ടർ വരെ ആയിഷ കയറുമ്പോ മിണ്ടാൻ പാടില്ല എന്നോടോ നിങ്ങളോ തൊള്ളൻ്റെത് നാവിൻ്റെത് വാക്കിൻ്റെത് പിന്നെ നിങ്ങൾ ആരാ പറയാ? അത് പറഞ്ഞാലേ ആയി കിടന്ന ഔട്ടാ. അതന്നെ. അപ്പൊ അതിനെ കുറിച്ച് അറിയുന്ന ആള് പറഞ്ഞേ കേൾക്കല അവിടുത്തെ ബുദ്ധി, അല്ലാതെ തിരിച്ചിങ്ങോട്ട് ചോദിക്കലല്ല. ഇന്ന് ചോദ്യങ്ങളെ കൊണ്ട് ചോദ്യം. ആണും പെണ്ണും എന്താ മുക്കൻ, അതെന്താ അജ്ജി, അതെന്താ ഇങ്ങോട്ട്, അതെന്താ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാം. അങ്ങോട്ട് ചോദിക്കണേനൊന്നും മറുപടി ഇല്ല. അതന്നെ ചോദ്യം ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കാം. പടുത്ത് വാദപ്രാത്തി ചോദിച്ചില്ലേ, അതെന്താ മാർക്കം കേൾക്കണേന്റെ പോയിന്റ് എന്താ? അപ്പൊ നമ്മളെ സുഹൃത്ത് ചോദിച്ചാൽ അടിയിൽ കൂടി വാരണീന്റെ പോയിന്റ് എന്താന്ന് ചോദിച്ചു. അതോടുകൂടി ഞങ്ങൾ തലപ്പല്ലേ വിട്ടണുള്ളൂ, നിങ്ങൾ അടിയൊന്നും നന്നായിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പോയിന്റ് ഇങ്ങോട്ട് പറയുന്നത്. അതിലാകെ വിരലിയായി പാമ്പോയ കുറവനായി പിന്നെ പല്ലിൽ അങ്ങനെ. പിന്നെ വയ്യാത്ത പണിക്ക് രവി സാറെ ആദ്യം തന്നെ നിക്കണങ്ങള്. ഒരു സാധാരണ പക്ക മൂല്യര് നമ്മളെ സുഹൃത്ത് ഷുഹൈബ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആ മുത്ത് മാണിക്യത്തിന് അതിന്റെ ശേഷം കണ്ടിട്ടില്ല, ഇപ്പടുത്ത് കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ കണ്ടാളൊരു വേദിയിലുണ്ട്, പലപ്പോഴും ഉണ്ടാകലുണ്ട്. പക്ഷെ ആദ്യ ഞായത്തും പിന്നെ 30 അങ്ങനെ ഇപ്പടുത്ത് ഒരുമിക്കും ഇൻഷാ അല്ലാഹ്. എന്താണ് അദ്ദേഹം ചെയ്ത സേവനം? അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുറിക്ക് കൊള്ളുന്ന മറുപടി കണ്ടിട്ട് ഇപ്പൊ മൂപ്പര് പിന്നെ ആകാണ്ട് പതറി. മൂപ്പര് പിന്നെ ഓരോന്നും കൂടെ ചോദിക്കാൻ തുടങ്ങി, എന്താ മാർക്കം കഴിക്കണതിന്റെ പോയിന്റ്, എന്താ അതിന്റെ പോയിന്റ്, എന്താ ഇതൊക്കെയാണ് ഇപ്പൊ വാദപ്രയാത്തിൽ വിഷയം. നോക്കാൻ നിങ്ങൾ വരെ വലിയ അപ്പോസ്തലനാണ്. മേരലും വെച്ച് വേണ്ടിട്ട് ഒറ്റ ആറാണ്ട് കഴിഞ്ഞ് ഇനി മേലാൽ ഷുഹൈബ് മൂപ്പര് പോലാന്ന് എനിക്ക് തോന്നുന്നതാണ്. എടാ ഇതിന്റെ ഒക്കെ ബാക്കിൽ അതൊക്കെ കേട്ട് നടക്കാൻ നമ്മളൊക്കെ തലച്ചോറിൽ ചെതല് കയറി. ഇവിടെ സുശക്തമായ ഒരു സത്യപ്രത്യയശാസ്ത്രം ഉണ്ടായിട്ട് ആയിലൊക്കെ ഈ കൊരച്ച് കുതിര കയറിയിട്ട് ആറാട്ട് നടത്തുന്ന ആളുകളുടെ പരിഹാസത്തിന്റെ അച്ചാറ് നക്കിയിട്ട് അതായിരിക്കും ശരിയെന്നുള്ള ആശ്വാസത്തിൽ ഹിദായത്ത് പടച്ചോൻ തന്നിട്ടും കിടന്നിറങ്ങുന്ന മുസ്ലിമെ നമ്മുടെയൊക്കെ തലയിൽ ഇഫ്രീത്തിന്റെ പാർപ്പിടം തുടങ്ങിയിട്ട് കാലത്രയായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര വലിയൊരു നേതാവ് ഉണ്ടായിട്ട് ഒരു സലാത്തില്ല, അതിനെ പുണരാൻ പറ്റാതെ ഇവരൊക്കെ പിന്നാലെ പോയിട്ട് അതും കേട്ടിട്ട് സംശയാലുമായിട്ട് അവസാനം ഈമാനൂരി മരിക്കുന്ന നിനക്കുള്ള അധോഗതിയുടെ ആഴമെത്രയാ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ. ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല, ചിന്തിക്കണേ. പിന്നെ തങ്ങൾ വരാനായോ? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം.
കാലം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി കുട്ടികളെയും മക്കളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇപ്പൊക്കെ സോഷ്യൽ മീഡിയ ഇറങ്ങിയോട്, പ്രത്യേകിച്ച് കൊറോണന് മുമ്പ് നമ്മൾ പറയുന്നത്, കുറച്ച് ചിട്ടകൾ പറയുന്നത് മൊബൈലിട്ട് പോടാന്നാ പറഞ്ഞിരുന്നത് കൊറോണന് മുമ്പ്. ഇപ്പൊ മൊബൈലിലേക്ക് വാടാന്ന് പറഞ്ഞു. കാരണം പഠിക്കണേ ഇങ്ങോട്ട് വരണം. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുട്ടികളെ ശ്രദ്ധിച്ചിട്ടെങ്കിൽ കുട്ടികൾ മുഴുവനും കൈവിട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.